എത്ര ആളെ മരിക്കാന്നും കൂടി അറിയില്ല. ആ കണ്ടീഷനിലാണ്. എന്തെങ്കിലും സംഭവിക്കുന്നുള്ളൊരു ഉറപ്പ് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് കുട്ടികൾ അതിലുണ്ട്. കുടിക്കാൻ വെള്ളമില്ല, ഒരു പ്രോപ്പർ ക്യൂ മാനേജ്മെന്റ് ഇല്ല, പോലീസ് ഇല്ല. इतने पानी पीने के लायक नहीं है और कोई मैनेजमेंट के लिए अंदर नहीं है. ഇന്നലെ രാത്രി 12 മണി മുതൽ ഇവിടെ നിൽക്കുകയാണ്. ഒരു പോലീസുകാരും ആയിരക്കണക്കിന് ജനങ്ങളാണ്. നാട്ടുകാർ കാര്യം മനസ്സിലായിട്ടുള്ളത് പോറ്റിയൊന്നുമല്ല, ദേവസ്വം ബോർഡും ബോർഡുകളും പിന്തുണ കൊടുത്ത ഒരു മാരക തട്ടിപ്പ്. നീചമായൊരു കൊള്ളയുടെ വാർത്തകൾക്കിടയിലാണ് ഇക്കുറി മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം. ആസൂത്രണങ്ങൾ, ഏകോപനങ്ങൾ പൂർണ്ണമായി പാളിയ കാഴ്ചയാണ്. 10-12 മണിക്കൂറുകൾ നീളുന്ന ക്യൂ, കന്യയ്യപ്പന്മാർ, മാളിപ്പുറങ്ങൾ, അമ്മമാർ അടക്കം വെള്ളം, ബേസിക് കുടിവെള്ളമില്ലാതെ വലഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത്. കുടിവെള്ളം പ്രശ്നത്തെപ്പറ്റി, ടോയ്ലറ്റുകൾ വൃത്തികേടായി കിടക്കുന്നതിനെപ്പറ്റി, പമ്പ മലിനമായി കിടക്കുന്നതിനെപ്പറ്റി, മുന്നൊരുക്കങ്ങൾ പാളിയതിനെപ്പറ്റി ഇന്ന് കണ്ട കാഴ്ച ഭയപ്പെടുത്തുന്നതാണെന്നും അപായകരമായ തിരക്കെന്നും പറഞ്ഞത് മാധ്യമങ്ങൾ മാത്രമല്ല, ദേവസ്വം ബോർഡ് അധ്യക്ഷനാണ്. അടിസ്ഥാനപരമായി മണിക്കൂറുകൾ ഒറ്റക്കാലിൽ നിൽക്കുന്നവർക്ക് വെള്ളം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഈ ദേവസ്വം ബോർഡൊക്കെ അവിടെ എന്താണ് ചെയ്യുന്നത്? എന്തിനാണ് ഭക്തരെ ഇങ്ങനെ നരകയാതന കൊടുക്കുന്നത്? ആ പാവങ്ങൾ എന്ത് പിഴച്ചു? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ പി കെ ഗോപൻ, അഡ്വക്കേറ്റ് വസന്ത് ശ്രീയക്ക്, ശ്രീ പി ശ്യാമരാജ്, ശ്രീ രാഹുൽ ഈശ്വർ എന്നൊരു ചർച്ചയിലേക്ക് വരും മുൻപ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ കെ ജയകുമാർ ഇന്ന് പറഞ്ഞത് ഒന്നുകൂടെ കേൾക്കാം. രണ്ടാം ദിവസമായ ഇന്ന് വൃശ്ചിക 2 ഇത്രയും തിരക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ രണ്ടാം ദിവസം ഇത്രയും ഏറെ ജനപ്രവാഹമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ മുറ്റത്ത്, ലോവർ തിരുമുറ്റത്ത് അപായകരമായ തരത്തിലുള്ള ക്രൗഡാണ്. ഇങ്ങനൊരു ആൾക്കൂട്ടം ഇവിടെ ഫോം ചെയ്യാൻ പാടില്ലായിരുന്നു. അതെന്തുകൊണ്ട് ഫോം ചെയ്തു? ഇനി അത് വരാൻ പാടില്ല, നോക്കണം എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ ഈ ലോവർ തിരുമുറ്റത്ത് കണ്ടിട്ട് എനിക്ക് തന്നെ ഭയമാവുന്നുണ്ട്. അവരെ കുറേശ്ശെ മറ്റേ 18 അമ്പടി കയറ്റാൻ അനുവദിക്കണം പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഇതാണ് ഇന്നത്തെ കറണ്ട് സിറ്റുവേഷനിലെ പ്രതിസന്ധി. പിന്നെ കുടിവെള്ളം കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നവും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചില പറഞ്ഞ് ചുക്കുവെള്ളമാണോ പച്ചവെള്ളമാണോ എന്ന് ചില ചോദിച്ചവരുമുണ്ട്. അതിന് 200 പേരെ കൂടെ കൂടുതൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ ഫ്ലാസ്കുകൾ കൊടുത്തിട്ട് ആളുകളുടെ ഇടയിലേക്ക് പോകണം, അല്ലാതെ ഒരു പോയിന്റിൽ വരുന്നവർക്ക് മാത്രം വെള്ളം എന്നുള്ളതല്ല. വേറൊന്ന് പറയേണ്ടത്, ഇവിടുത്തെ ടോയ്ലറ്റിൻ്റെ ക്ലീൻലിനെസ്, മുറികളിലെ ടോയ്ലറ്റ് ഒന്നും ക്ലീൻ ചെയ്യാൻ ആളുണ്ടായില്ല. പമ്പ വളരെ മലിനമാണ്. കുറേ ഇമ്പ്രൂവ്മെൻറ്റ് ഇന്നലെ സംഭവിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളത് കൂടെ വരും. അത് പമ്പ എന്തുകൊണ്ട് ഇങ്ങനെ ആയെന്ന് എനിക്ക് മനസ്സിലാവില്ല. പി കെ ഗോപൻ, ഇവിടെ ആ സ്വർണ്ണക്കുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോഴൊക്കെ ദേവസ്വം ബോർഡ് യോഗത്തിന് കയറുമ്പോഴും ഇറങ്ങുമ്പോഴുമുള്ള PS പ്രശാന്തിന്റെ പ്രതികരണം, മറുപടി, ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ഈ തീർത്ഥാടന കാലമെന്നാണ്. അവിടെ തീർത്ഥാടകർ ബാക്കിയൊക്കെ പോട്ടെ, ബേസിക് കുടിവെള്ളമില്ലാതെ വലയുകയാണ് കുട്ടികളടക്കമുള്ളവർ. വെള്ളം വിതരണം ചെയ്യാൻ ഫ്ലാസ്കുകളുമായി ഇനി കൂടുതൽ ആളെ എടുക്കുമെന്ന് ഇന്ന് ശ്രീ കെ ജയകുമാർ പറയുകയാണ്. ഈ പ്രശാന്തിന്റെ ബോർഡ് അവിടെ എന്തെടുക്കുകയായിരുന്നു എന്ന് അങ്ങേക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ ശ്രീ പി കെ ഗോപൻ? അല്ല, അങ്ങനെ നമ്മൾ ഇന്നത്തെ ഈ പ്രശ്നത്തെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ബഹുമാന്യ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ, അതുപോലെ പോലീസ് മേധാവിയായിട്ടുള്ള ADGP പറഞ്ഞതുപോലെ, പ്രശ്നം ശ്രദ്ധയിൽ വരുമ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു തിരക്ക് അവിടെ വരികയുണ്ടായി എന്നുള്ളതാണ്. അതായത് ഓൺലൈൻ വെർച്വൽ ക്യൂ അല്ലെങ്കിൽ വെർച്വൽ രജിസ്ട്രേഷൻ എത്ര പേര്, ഓൺ ദി സ്പോട്ട് രജിസ്ട്രേഷൻ എത്ര പേര്, അത്രയും പേരെയാണ് അവിടെ പ്രതീക്ഷിക്കേണ്ടുന്നത്. പക്ഷേ അതല്ല അവിടെ ഇന്നുണ്ടായ തിരക്ക്. പോലീസ് പറയുന്നത് പോലെ കാനനപാതയിലൂടെ മുൻകൂട്ടി അറിയിക്കാതെ കടന്നു വരുന്ന ആളുകളുടെ എണ്ണം അധികമായി മാറി. അങ്ങനെ ഒരു നിലപാട് ഭക്തർ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ADGP ഇത് സംബന്ധിച്ച് നേരത്തെ അഭിപ്രായപ്പെട്ടത്. അപ്പോൾ അങ്ങനെ അനധികൃതമായി ശബരിമലയിലേക്ക് വരുന്നവരുടെ ഒരു തിരക്കാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്. നമ്മൾ ഭക്തരെന്ന തരത്തിൽ അവരെ കുറ്റപ്പെടുത്തില്ല. അവർക്ക് ആവേശം മൂത്ത് അവർക്ക് ആദ്യം അയ്യപ്പ ദർശനം കിട്ടണമെന്നുള്ള ആഗ്രഹത്തിലൊക്കെ വരുന്നവരാണ്. പക്ഷേ ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ഒരു സ്ഥലത്ത് സ്വാഭാവികമായിട്ടും ചെറിയൊരു നമ്പരല്ല. ഇന്നിപ്പോൾ നമ്മൾ ഒരു കണക്ക് പരിശോധിച്ചപ്പോൾ 16, 17, 18 തീയതികളിലായി 2 ലക്ഷം ആളുകളാണ് എത്തിയത്. കൃത്യമായി പറഞ്ഞാൽ 1,96,000
594 പേർ ഈ 16, 17, 18 തീയതികളിലായി അവിടെ എത്തിച്ചേർന്നു. അപ്പോൾ 2 ലക്ഷം പേർ ഈ ദിവസങ്ങൾ കൊണ്ട് എത്തിച്ചേരുക. ഇന്നിപ്പോൾ പൂർണ്ണമായിട്ടില്ല. ഇന്ന് 12 മണി വരെയുള്ള ഒരു സമയം എടുക്കുമ്പോഴാണ് നമ്മൾ ഇന്നത്തെ കണക്ക് മൊത്തം എടുക്കുന്നത്. അപ്പോൾ അത്രയും വലിയൊരു തിരക്ക് അവിടെ വന്നതിൻ്റെ ഭാഗമായി അതിൻ്റേതായ പരിമിതികൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് ഇന്ന് ഉച്ചവരെയുള്ള കാര്യമാണ്. ഉച്ചയ്ക്ക് ശേഷം അവിടെ ഉണ്ടായ മാറ്റം ചെറുതല്ല, വലിയ തോതിൽ അത് നിയന്ത്രണ വിധേയമായി മാറിക്കഴിഞ്ഞു. ഞാൻ ഈ തിരക്കിന്റെ കാര്യത്തിനേക്കാൾ കൂടുതൽ എന്നെ ആശങ്കപ്പെടുത്തുന്നത് വെള്ളം കൊടുക്കാൻ അവിടെ ആളില്ലെന്നുള്ളതാണ്. നോക്കൂ പി കെ ഗോപൻ, ഇത് കേരള ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടാകുന്ന തീർത്ഥാടന കാലമല്ല. വെർച്വൽ ക്യൂ ബുക്കിംഗ് ഉണ്ടാകുന്നതിന് മുൻപ് അവിടെ ആൾ വന്നിട്ടുണ്ട്, വലിയ തിരക്കുണ്ടായിട്ടുണ്ട്. ഇവർക്ക് ബാക്കിയൊക്കെ പോട്ടെ, ബാക്കി ക്യൂ കോംപ്ലക്സ്, തിരക്ക് നിയന്ത്രിക്കൽ, ഈ പറഞ്ഞ അനധികൃതമായി കടന്നു വരുന്ന, അങ്ങനെ തീർത്ഥാടനം അനധികൃതമായി കടന്നു വരുന്നവരൊന്നുമില്ല, അങ്ങനൊന്നുമില്ല, അതൊക്കെ ശരിയായ പ്രയോഗമല്ല, പോട്ടെ. സാറേ ബേസിക് വെള്ളം കൊടുക്കുക, ഇനി ആളെ എടുക്കുമെന്നാണ് പറയുന്നത്. ഇനി എത്ര പേരെ എടുക്കാൻ പോവാന്ന്, ഫ്ലാസ്കുമായി വിടാൻ പോകുന്ന ഇന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് അധ്യക്ഷൻ. അത് നിരാശാജനകമല്ലേ? വെള്ളം കൊടുക്കാൻ ആളില്ല എന്ന് പറഞ്ഞ് എന്ത് പറഞ്ഞാൽ വിശദീകരിക്കുക? നിങ്ങൾ ഇത് 10 പേര് ഒരിടത്തിരിക്കുന്ന അവർക്ക് വെള്ളം കൊടുക്കുന്ന കാര്യമല്ലല്ലോ ഈ പ്രശ്നം. ഇത് 10,000-കണക്കിന് ആളുകൾ വരുന്ന ക്യൂവും അത് നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിൽ ആളുകൾ കടന്നു വരികയൊക്കെ ചെയ്യുന്ന പ്രശ്നമാണ്. കഴിഞ്ഞ ദേവസ്വം ബോർഡ് കഴിഞ്ഞ വർഷത്തെ മണ്ഡല മകരവിളക്ക് അങ്ങേക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. എത്രമാത്രം ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കുകയും പൊതുവെ യാതൊരു തരത്തിലുള്ള അസംതൃപ്തിയുമില്ലാതെ അവിടെ അത് സംഭവിക്കുകയും ചെയ്തല്ലോ. അത് ശ്രീ പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് ശേഷം വന്ന സംഭവങ്ങളൊക്കെ ഇതിനോട് നമുക്ക് ചേർത്ത് വെക്കേണ്ട കാര്യമില്ല, അത് വേറൊരു സംഭവമാണ്. അതുകൊണ്ടാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഞങ്ങൾ ശബരിമലയുടെ കാര്യത്തിൽ ഈ ആളുകളെ കൺട്രോൾ ചെയ്യാനുള്ള ക്യൂവിലും മറ്റു കാര്യങ്ങളും ശ്രദ്ധിക്കാനുള്ള നിലപാടിലാണെന്ന് പറഞ്ഞത്. അത് നിങ്ങൾ ഇത് ഇന്നത്തെ വൈകുന്നേരത്തോടു കൂടി ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കണ്ടതെങ്ങനെയാണ്? അത് സ്വാഭാവികമായിട്ടും അവിടെ 3000-ഓളം പോലീസുകാരെ വിന്യസിച്ചു. ഇനിയും പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിങ്ങൾ നേരത്തെ ക്ലിപ്പിങ്ങിലൂടെ ചൂണ്ടിക്കാണിച്ചതുപോലെ, ബൈറ്റിലൂടെ ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടെ പിന്നെ കുറച്ച് ആളുകൾ കൂടി വേണ്ടതുണ്ട്. അപ്പോൾ ഈ ടോയ്ലറ്റ് ക്ലീനിങ്ങിൻ്റെ ഒക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന് ആളുകളെ കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. 180 പേരാണ് ഒരു ഘട്ടത്തിൽ അവിടെ ഉള്ളത്. 200 പേരെ തമിഴ്നാട്ടിൽ നിന്ന് പ്രത്യേകമായി അതൊക്കെ ഇന്നത്തെ തീരുമാനമാണല്ലോ. നമ്മൾ ഇപ്പോഴാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ അവിടെ മുട്ടാൻ പോകുമ്പോഴാണ് തലകുനിട്ട് അല്ലല്ലോ. നമ്മൾ പി കെ ഗോപൻ ശബരിമലയിൽ ഇതിന് മുമ്പും ഇത് താങ്കൾ പറഞ്ഞ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപിടി അവലോകനങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവലോകനങ്ങളുടെ റിവ്യൂ ഉണ്ടാവാറുണ്ട്. ഇക്കുറി എത്ര അവലോകനങ്ങൾ ഉണ്ടായി? ദേവസ്വം മന്ത്രിയുടെ അധ്യക്ഷതയിൽ എത്ര അവലോകനം അവിടെ ഉണ്ടായി? പി കെ ഗോപൻ നിങ്ങൾക്ക് അറിയാമോ? ഈ കുറി 10-ാം തീയതിക്ക് ശേഷം അവലോകന യോഗങ്ങൾ കഴിയില്ല എന്നുള്ളത് അങ്ങേക്ക് അറിയാമല്ലോ. കോഡ് ഓഫ് കോണ്ടാക്ട് വന്നതോടുകൂടി ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് നേരിട്ട് ഇക്കാര്യത്തിൽ ഇടപെടാൻ അവകാശമേ ഇല്ല. 10-ാം തീയതിയാണ് ഇവിടെ വൃശ്ചികം 1 എന്ന് പറയുന്നത്. 10-ാം തീയതി അറിയുന്ന കാര്യമല്ല. ഇവിടെ വൃശ്ചികം 1-ന് മണ്ഡല മകര തീർത്ഥാടനം തുടങ്ങുമെന്ന കാര്യം 10-ാം തീയതി അറിയുന്ന കാര്യമാണോ? അതിനു മുമ്പ് എത്രയോ അങ്ങേക്ക് അറിയാത്തതല്ലോ പി കെ ഗോപൻ. ഒരു തീർത്ഥാടന കാലം കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞ് അടുത്ത തീർത്ഥാടനത്തിൽ ഒരുക്കൽ സാധാരണ തുടങ്ങുന്നതാണ്. ഇവിടെ തുടങ്ങിയതുമാണ്. തുടങ്ങി ഒരു സമയമായപ്പോഴത്തേക്ക് ബ്രേക്ക് ഇട്ടോൾ നിന്നു. എന്താണ് പ്രശ്നം? സ്വർണ്ണപ്പാളി വിവാദം ഈ തീർത്ഥാടനത്തെ അല്ലെങ്കിൽ ഈ പാവങ്ങളെ കഷ്ടപ്പെടുത്താൻ ഒരു ഉപാധി ആകാമോ? നിങ്ങൾ ഈ പ്രശ്നത്തെ തെറ്റായി വ്യാഖ്യാനിക്കാൻ പരിശ്രമിക്കുകയാണ്. ദയവായി അത്തരം ഒരു അവസ്ഥയിലേക്കല്ല പോകേണ്ടത്. കാരണം തുലാമാസത്തിൽ അവിടെ അയ്യപ്പ ദർശനത്തിന് പോയവരുമായിട്ട് നേരിട്ട് സംസാരിച്ച ഒരാളാണ് ഞാൻ. അവർ അത്ഭുതകരമായ ഒരു കാര്യമാണ് റിപ്പോർട്ട് ചെയ്തത്. ഏറ്റവും നല്ല ക്ലീനായി കിടക്കുന്നു, അവിടെ യാതൊരു അസ്വസ്ഥതയുണ്ടായില്ല എന്ന് പറഞ്ഞ ധാരാളം ഭക്തരെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും തുലാമാസത്തിലെ അങ്ങോട്ടൊരു പരാതിയെ ഉയർന്നില്ല. ഈ സ്വർണ്ണപ്പാളി വിഷയം കിടക്കുമ്പോഴാണല്ലോ തുലാമാസത്തിൽ അവിടെ നട തുറക്കലും ദർശനം ഉണ്ടാവുകയും ചെയ്തത്. അത് കഴിഞ്ഞ് വൃശ്ചികത്തിലേക്ക് വരുമ്പോൾ വൃശ്ചികത്തിൽ ഈ 3 ദിവസത്തെയോ 2 ദിവസത്തെ പ്രശ്നമാണ്. ഇത് 51 ദിവസം അല്ലെങ്കിൽ 41 ദിവസം നടക്കേണ്ടുന്ന ഒരു പ്രോഗ്രാമാണ്. അതിൽ ആദ്യത്തെ ഒരു ദിവസത്തെ നമ്മുടെ ഒരു അല്പം പരിമിതികൾ ഉണ്ടായതിനെ വെച്ചുകൊണ്ടല്ല മൊത്തത്തിൽ അളക്കേണ്ടുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഉച്ചവരെയുള്ള കാര്യമല്ല. അങ്ങക്ക് കിട്ടിയിട്ടുള്ള ബൈറ്റുകൾ പൊതുവെ ഉച്ചവരെയുള്ള കാര്യമാണ്. ഉച്ചയ്ക്ക് ശേഷം ശ്രീ ജയകുമാർ സാറിന്റെ ബൈറ്റ് എടുത്തതിന് ശേഷവും ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. വൈകുന്നേരം ആകുമ്പോഴേക്കും ആ തിരക്ക് നിയന്ത്രണ വിധേയമാവുന്നുണ്ട്. സ്പോട്ട് ബുക്കിംഗ് എന്നുള്ളത് ശരി, നിയന്ത്രണ വിധേയം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ന് 11 വരെ ശരി. ഇപ്പോൾ 70,000 പേർ ഈ പറഞ്ഞ വെർച്വൽ ക്യൂ ബുക്കിംഗ് വരും എന്ന കാര്യം ആർക്കും അറിയാത്തതല്ല. വെർച്വൽ ക്യൂ ബുക്കിംഗ് അതാണല്ലോ. 70,000 ഓൺലൈൻ ക്യൂവും
അല്ല 70,000 പേര് വരുമെന്നാലും നമുക്ക് അറിയാത്തതല്ല. അത് വെർച്വൽ ക്യൂ ബുക്കിംഗ് ആണല്ലോ. മറ്റേത് 20,000 ആയിട്ട് നിജപ്പെടുത്തി. അതെ, നമുക്ക് ഈ വെർച്വൽ 70,000 പേരുണ്ട്. 70,000 വരും നമുക്ക് ഓൾറെഡി അറിയാം. അതിൽ അധികരിച്ച് വരുന്നവർക്ക് ശരി. അപ്പോ ഈ 70,000-ൽ 11 വരെ അല്ല 20,000 അല്ല വന്നത്. അല്ല ഞാൻ പറഞ്ഞു അത്രയും കണ്ടോട്ടെ. 20,000 അല്ല സാർ വന്നത്. 20,000 അല്ല വന്നെന്ന് ബോധം നമുക്കറിയണ്ടേ. അത് 20,000 ആണെങ്കിൽ കൺട്രോൾഡ് ആണ്. പി കെ ഗോപൻ നമുക്കത് അറിയണ്ടേ. പോലീസുകാർക്ക് അറിവുണ്ടാവണ്ടേ. അവര് നേരെ ഒന്ന് ശബരിമലയിൽ ഒന്ന് മഴ പോലെ പെയ്യല്ലോ, താഴേന്ന് മുകളിലോട്ട് കയറി വരുന്നതല്ലേ. ശബരിമലയിൽ ഭക്തർ മഴ പോലെ പെയ്യാണോ? അല്ലല്ലോ, താഴേന്ന് മുകളിലോട്ട് കയറി വരുന്നവരല്ലേ. അവർക്ക് അറിഞ്ഞൂടെ, കണ്ടൂടെ അവർക്ക്. അങ്ങനൊന്നും പറയല്ലേ സി പി കെ ഗോപൻ. നമ്മൾ കേരള ചരിത്രത്തിലെ ആദ്യ തീർത്ഥാടന കാലമാണോ ഇത്? ഹാഷ്മി, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് എന്താ വേണ്ടുന്നത്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവിടെ ഒരു അസ്വസ്ഥത ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ നിരാശപ്പെടേണ്ടി വരും. അത് ഞാൻ വളരെ കൃത്യമായിട്ട് തീർത്തു പറയാം. ഏതെങ്കിലും തരത്തിലൊരാൾ അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ ബോധപൂർവ്വം പോകുന്നെങ്കിൽ അങ്ങനെ ചില വിഷയങ്ങൾ ഉണ്ടായേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ നിരാശപ്പെടേണ്ടി വരും. അങ്ങ് പറഞ്ഞു മുമ്പും ശബരിമലയിൽ തിരക്കുണ്ടായിട്ടുണ്ടല്ലോ എന്ന്. അങ്ങ് കഴിഞ്ഞ 10 വർഷത്തെ ശബരിമലയിലെ അല്ലെ 25 വർഷത്തെ ശബരിമലയിലെ വാർഷിക കണക്കെടുത്ത് പരിശോധിക്കുക, എത്രയാ വരുന്നതെന്ന്. കഴിഞ്ഞ വർഷം ഈ ദിവസം വന്ന ആള് 33,000 11 മണി വരെ. ഇന്ന് അവിടെ എത്തിയത് 50,000-ന് മേളാണ് ആ 11 മണിയുടെ ക്യൂവിൽ. അപ്പോൾ അപാരമായ ആൾ തിരക്ക് ഓരോ വർഷവും കൂടി വരികയാണ്. മുൻകാലങ്ങളിൽ തിരക്കുണ്ടല്ലോ എന്ന് പറഞ്ഞ് അതിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അത്ര കൂടുതൽ പറഞ്ഞപ്പോ അങ്ങ് പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ലെന്ന്. അല്ല, അനധികൃതം എന്ന വാക്ക് അവിടുത്തെ വെർച്വൽ പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ. വെർച്വൽ ക്യൂവും അവിടുത്തെ സ്പോട്ട് ബുക്കിങ്ങും അല്ലാതെ കടന്നു വരുന്നവരെയാണ്. അല്ലാതെ അവർ എന്തെങ്കിലും കുഴപ്പം കാണിച്ചെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ അന്നേരം തന്നെ അതിന് വ്യാഖ്യാനം നൽകുകയും ചെയ്തു. കാരണം അവർക്ക് ഭക്തി കൊണ്ട് വരുന്നതാണ്. അല്ലാതെ ആ വാക്കിനെ നമ്മൾ സാധാരണ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്നത് പോലെ മറ്റൊരിടത്ത് ഉപയോഗിക്കുന്ന വാക്കല്ല. ഭക്തർക്ക് അല്ലാതെ കടന്നു നമ്മൾ അങ്ങനെ നല്ല പ്രയോഗമല്ലാത്തോട് പറഞ്ഞാണ്. പോട്ടെ ശ്രീ വസന്ത്, ഇവിടെ വെർച്വൽ ക്യൂവിൽ 70,000 പേര് ഓൾറെഡി ഉണ്ട്. അത് നല്ല പ്രയോഗമല്ലെന്ന് എനിക്ക് അഭിപ്രായമില്ല. പോട്ടെ, അനധികൃത ഭക്തരൊന്നും ഇല്ലാന്നേ. അവര് വിശ്വാസികളെ വന്നു, അവർ അയ്യപ്പനെ കാണാൻ വേണ്ടി വന്നു. അങ്ങനെ പറയാലോ. അവർ വന്ന ശരിയായ വഴി കൂടി അല്ല എന്ന് പറയും. ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ ശ്രീ വസന്ത്, ഞാൻ അങ്ങനെ തന്നെ അതിനെ പറഞ്ഞ അവരിച്ചിരി വഴി തെറ്റിയാണ് വന്നതെങ്കിലും അവരെ നമ്മൾ സ്വാഗതം ചെയ്യണം. അതൊന്ന് നിയന്ത്രിക്കണമെന്ന് മാത്രമേ പോലീസ് ചീഫ് പറഞ്ഞുള്ളൂ വൈകുന്നേരം. ശരി ശ്രീ വസന്ത്, ഇവിടെ ശ്രീ വസന്ത്, ഇവിടെ വി എൻ വാസവൻ ഏതോ യോഗത്തിൽ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ സമീപിച്ചു, പക്ഷെ കമ്മീഷൻ സമ്മതിച്ചില്ല എന്നാ പറയുന്നത്. ഒരു മണ്ഡലകാലം കഴിഞ്ഞാൽ 3 മാസം കഴിയുമ്പോൾ അടുത്ത മണ്ഡലകാലത്തിന് ഒരുക്കങ്ങൾ തുടങ്ങേണ്ടതാണ്. പെരുമാറ്റച്ചട്ടം എന്ന ന്യായം ഈ പറയുന്ന ഇവരനുഭവിക്കുന്ന ഈ യാതനയ്ക്ക് എന്തെങ്കിലും തരത്തിൽ ന്യായമാണോ ശ്രീ വസന്ത്? ഒരിക്കലുമല്ല എന്ന് മാത്രമല്ല ശ്രീ ഹാഷ്മി നോക്കൂ, ഇവിടെ CPM-ന്റെ പ്രതിനിധി പറഞ്ഞത് ഇവർക്ക് ഉച്ച കഴിഞ്ഞ് ഇത് നിയന്ത്രിക്കാൻ സാധിച്ചു എന്നത് വലിയ മേന്മയായി അവതരിപ്പിക്കുകയാണ്. ഉച്ച കഴിഞ്ഞ് നിയന്ത്രിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ അവിടെ അതിനുള്ളിൽ ഇവരുടെ സർക്കാർ സംവിധാനങ്ങൾ കൊണ്ട് ഇത് നിയന്ത്രണ വിധേയമാക്കാൻ ഈ സംവിധാനങ്ങൾക്ക് സാധിക്കുമായിരുന്നെങ്കിൽ സ്വാഭാവികമായും ഉച്ചയ്ക്ക് മുമ്പും അത് സാധിക്കുമായിരുന്നു. ഇല്ലേ? ഇവരുടെ കയ്യിൽ ഈ സംവിധാനങ്ങളുടെ കുറവാണ് ഉള്ളത് എന്നെങ്ങനെ പറയാൻ പറ്റും? ഉച്ച കഴിഞ്ഞ് സ്വിച്ച് ഇട്ടതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അവിടെ എത്തി ഈ കാര്യങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുമെങ്കിൽ, അവിടെ ശ്രീജിത്ത് അടക്കമുള്ള ADGP-മാർക്ക് അവിടെ എത്തി ഈ വിഷയങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ, എങ്ങനെയാണ് ഉച്ചയ്ക്ക് മുമ്പ് അവർക്കത് സാധിക്കാതെ പോയത്? അതായത് ആ തിരക്ക് നിയന്ത്രിച്ചു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 70,000 ആണല്ലോ. 30,000 പേർക്ക് 11:30-ക്ക് ശേഷം മലയോട്ടാൻ പറ്റിയില്ലെങ്കിൽ നാളത്തെ 70 ചേർത്ത് 1,00,000 അതിൽ 50,000 പേർ ബാക്കിയാണെങ്കിൽ 120 മറ്റന്നാൾ 1,20,000 എന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങ് തിരക്ക് നിയന്ത്രിച്ചു അർത്ഥമില്ല. അവിടെ തൽക്കാലം അവിടുത്തെ ഈ പറയുന്ന ആ ഭാഗത്തെ പ്രശ്നം ഒഴിവാക്കി എന്നുള്ളേ ഉള്ളൂ. മാത്രമല്ല ശ്രീ ഹാഷ്മി നോക്കൂ, ഇവർ പറയുന്നത് പോലെ പെട്ടെന്ന് അയ്യപ്പ ഭക്തർ അങ്ങ് പൊട്ടിമുളച്ച് അല്ലെങ്കിൽ മാനത്ത് നിന്ന് പുഷ്പവൃഷ്ടി കണക്ക് താഴോട്ട് വീണ് ശബരിമലയിലേക്ക് എത്തുകയില്ല. നിലയ്ക്കലെത്തണം, പമ്പയിലെത്തണം, അങ്ങനെ കടന്ന് കിലോമീറ്ററുകൾ പോലീസിന്റെ ബാരിക്കേഡുകളുടെ നടുക്കൂടെയാണ് ഇവർ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും പോലീസിന് ഏതെങ്കിലും ഒരു പോയിന്റിൽ കൺട്രോൾ ചെയ്യണമെങ്കിൽ, ഏതെങ്കിലും ഒരു പോയിന്റിൽ അവർക്ക് കൺട്രോൾ ഇനിഷ്യേറ്റ് ചെയ്യണമെങ്കിൽ, പെനിട്രേറ്റ് ചെയ്യണമെങ്കിൽ അത് സ്വാഭാവികമായും സാധ്യമാണ്. നോക്കൂ, സ്പോട്ട് ബുക്കിംഗ് നടത്തുന്നിടത്ത് എത്ര പേരെയാണ് കടത്തിവിടുന്നതെന്നും ഏത് വഴിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പോലീസിന് അറിയാം. അപ്പോൾ സന്നിധാനത്ത് അവർ എത്തുന്നതിന് മുമ്പ് പോലും പെട്ടെന്നൊരു ആക്ഷൻ ഉണ്ടാകണമെങ്കിൽ, പെട്ടെന്നൊരു കൺട്രോളിങ് അവർക്ക് ഇനിഷ്യേറ്റ് ചെയ്യണമെങ്കിൽ അതിന് പോസിബിൾ ആണ് ഇവിടെ. കാരണം അത്രമാത്രം ടൈം ലാഗ് ഈ പറയുന്ന സന്നിധാനവും നിലയ്ക്കലും പമ്പയും തമ്മിലുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അവർക്കത് ചെയ്യാൻ സാധിക്കാതെ പോയത്? അത് ഒന്നാമത്തെ പ്രശ്നം. രണ്ട്, ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അത് വരുമോ എന്നറിയാൻ വേണ്ടി, അല്ലെങ്കിൽ മണ്ഡലകാലം എന്താണ് തുടങ്ങാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടി പാഴൂർ പഠിപ്പുര വരെ പോകേണ്ടി വന്നു ദേവസ്വം ബോർഡിന്റെ മന്ത്രിക്ക് എന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ?
ദേവസ്വം ബോർഡ് മന്ത്രിക്ക് അറിയില്ലേ മണ്ഡലകാലം എന്നാ തുടങ്ങുന്നതെന്ന്? ദേവസ്വം ബോർഡ് മന്ത്രിക്ക് അറിയില്ലേ പെരുമാറ്റച്ചട്ടം ഇതാ വരാൻ പോകുകയായിരുന്നു എന്ന്? എന്തുകൊണ്ടാണ് അതിനു മുമ്പ് യോഗം ചേരാൻ സാധിക്കാത്തത്? നോക്കൂ, CPM-ന്റെ പ്രധാനപ്പെട്ട വാദം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 10-ാം തീയതി തൊട്ട് ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള യോഗവും ചേരാൻ സാധിച്ചില്ല. ഓക്കെ, സമ്മതിക്കുന്നു. 10-ാം തീയതിക്ക് മുമ്പ്, അതായത് ഈ മാസത്ത് 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ഉണ്ടല്ലോ, ഈ മാസത്തിന്റെ 10-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ എത്ര യോഗങ്ങൾ ചേർന്നിട്ടുണ്ട്, എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് അവിടെ നടത്തിയത് എന്നതുമായി ബന്ധപ്പെട്ട് എത്ര അവലോകന യോഗം ചേർന്നു, എത്ര പോലീസിനെ അവിടെ വിന്യസിക്കാൻ ഇവർ തീരുമാനിച്ചു? 2, കേന്ദ്രസേനയുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ട്. ഇവർ പറയുന്നു, ഇവർ ആവശ്യപ്പെട്ടു എന്നാണ് ദേവസ്വം വകുപ്പും അതിൻ്റെ മന്ത്രിയും പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ പോലും നിലവിൽ കേന്ദ്രസേന ഉള്ളത് ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബീഹാറിലാണ്. അപ്പോൾ 105 ബറ്റാലിയനാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവർ സ്വാഭാവികമായും കോയമ്പത്തൂരിൽ വന്ന് റിപ്പോർട്ട് ചെയ്യണം. ആ കോയമ്പത്തൂരിൽ റിപ്പോർട്ട് ചെയ്യാതെ അവർക്ക് ഒരിക്കലും കേരളത്തിലേക്ക് എത്താൻ പറ്റില്ല. അതും പ്രഡിക്റ്റബിൾ ആണ്. നോക്കൂ, ഇവിടെ സംഭവിച്ച ഇവർ പറയുന്ന ഈ ലൂപ്പുകളെല്ലാം ഉണ്ടല്ലോ, ഇവർ പറയുന്ന ഈ ലൂപ്പ് ഹോൾസ്, ആ ഹോൾസ് എല്ലാം പ്രഡിക്റ്റബിൾ ആണ്. ഒന്ന്, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം, അത് പ്രഡിക്റ്റബിൾ ആണ്. ബീഹാറിൽ നിന്ന് വരുന്ന കേന്ദ്ര ബറ്റാലിയൻ, കേന്ദ്രസേന സ്വാഭാവികമായും കോയമ്പത്തൂരിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതുകൊണ്ട് അവിടെ ഒരു ലാഗ് ഉണ്ടാകും എന്നത് പ്രഡിക്റ്റബിൾ ആണ്. അപ്പോൾ സ്വാഭാവികമായി ആ ലാഗിനെ ഫില്ല് ചെയ്യാൻ വേണ്ടി, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി അതിനാവശ്യമായ പോലീസ് സേനയെ വിന്യസിക്കണം എന്നത് പ്രഡിക്റ്റബിൾ ആണ്. അപ്പോൾ പ്രഡിക്റ്റബിളായ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ദേവസ്വം ബോർഡ് മന്ത്രിക്കും അറിയാമായിരുന്ന ക്രമക്കേടുകൾ, അറിയാമായിരുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ ഫുൾഫിൽ ചെയ്യാൻ, ആ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഇവർക്ക് സാധിച്ചില്ല. നോക്കുന്നു, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്താണ് പറഞ്ഞത്? അദ്ദേഹം ഇതുവരെ യാതൊരു തരത്തിലും മുൻ ദേവസ്വം ബോർഡുകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലല്ലേ ഇത് വർത്തമാനം പറഞ്ഞത്. ഇതാ ഭയാനകമായ അവസ്ഥ. തീർച്ചയായും ഭയാനകമായ അവസ്ഥയാണ്. ഒരാൾ മരണപ്പെട്ടു, അല്ലാതെ ഭയാനകമായ അവസ്ഥയാണ്. എത്രയോ കുട്ടികൾക്ക് അവിടെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. എന്ന് പറഞ്ഞാൽ വസന്ത, അവിടെ എന്തൊക്കെ ഉണ്ടാവാം, ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ, ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ, പക്ഷെ അവിടെ എന്തൊക്കെ ഉണ്ടാവാം. ഹാഷ്മി, അത്ര അനിയന്ത്രിതമോ തിരക്കാവുമ്പോ തീർച്ചയായും ശ്രീ ഹാഷ്മി, നോക്കൂ, ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ സത്യസന്ധതയെ ഞാൻ എന്ത് ചെയ്യുന്നു, അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, ഇതിനു മുമ്പ് പമ്പയിൽ ശുചിമുറികൾ പോലുമില്ല എന്നാണ് പറയുന്നത്. എനിക്ക് മുമ്പുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു ചുക്കിനും ചുണ്ണാമിനും കൊള്ളാത്തവനാണ് എന്ന് ഒന്ന് സാംശീകരിച്ച് പറഞ്ഞാൽ ആ രീതിയിലാണ് ഇന്ന് ആര് വർത്താനം പറഞ്ഞത്? ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പറഞ്ഞത്. അതായത് അരവണ മുതൽ അയ്യപ്പനെ വരെ അടിച്ചു മാറ്റുന്നതിനിടയിൽ അവിടെ ഉണ്ടാകുന്ന അപാകതകൾ ഫില്ല് ചെയ്യാൻ, അപാകതകൾ മാറ്റി നിർത്താൻ, അപാകതകൾ ഇല്ലാതെ അയ്യപ്പ ഭക്തർക്ക് സന്ദർശനം നടത്താനുള്ള ക്രമീകരണങ്ങൾ നടത്താൻ മുൻ ദേവസ്വം ബോർഡ് പരാജയപ്പെട്ടു പോയി. അവർക്ക് ഈ അപാകതകൾ ഇല്ലാതാക്കുന്നതിനേക്കാൾ രസം, ഇഷ്ടം അരവണ മുതൽ അയ്യപ്പൻ വരെ ഉള്ളതിൽ അഴിമതി നടത്തുന്നതിലായിരുന്നു എന്നല്ല ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആ സത്യസന്ധത കൊണ്ടാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ്. മുന്നൊരുക്കം പ്രശ്നമുണ്ടെന്ന് സമ്മതിക്കുകയാണ്. പമ്പ മലിനമാണ്, എന്തുകൊണ്ടാണ് പമ്പ അങ്ങനെ നടക്കുന്നത് എനിക്ക് അറിയില്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞത് എന്തുകൊണ്ടാണ്? ആ സത്യസന്ധത കൊണ്ടാണല്ലോ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ ശ്യാംരാജ്, ഇവിടെ വെർച്വൽ ക്യൂ എന്നാണ് വന്നത്. അതിനു മുമ്പ് ഇവിടെ തീർത്ഥാടനം ഉണ്ടായിട്ടില്ലേ? അതിനു മുമ്പ് ആൾത്തിരക്ക് വന്നിട്ടില്ലേ? ഏത് കണക്ക് വെച്ച് നോക്കിയാൽ അതിന് ഇവിടെ ആൾത്തിരക്ക് വന്നിട്ടില്ലേ? ഇത് വെർച്വൽ ക്യൂ 9-ാം തീയതി വരെ ബുക്കിംഗ് റദ്ദായി. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് എന്താണ് അത് മൊത്തം ബ്ലോക്ക് ആയതാണ്. അപ്പോൾ അത്രയും ആൾ വരുമെന്ന് ബോർഡിന് ഉറപ്പാണ്. അത്ര പെട്ടെന്ന് തന്നെ ബുക്കിംഗ് തീരുമ്പോൾ തീർത്ഥാടകർ വരുമെന്ന ട്രെൻഡാണ് എന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരല്ല ആരും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് നമ്മൾ കേരള ചരിത്രത്തിൽ ആദ്യത്തെ ശബരിമല തീർത്ഥാടന കാലമാണോ? ഹാഷ്മി, സ്വന്തം കഴിവുകേടിനെ ഇവരെ എത്രയൊക്കെ മറച്ചു വെച്ചാലും അത് പുറത്തു വരാതൊന്നും ഇരിക്കില്ല. നോക്ക്, ഇവർ പറയുന്നത് ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ക്യാപ്സ്യൂളാണ്. 10-ാം തീയതിക്ക് ശേഷം ഇവിടെ അവലോകന യോഗം നടത്താൻ വേണ്ടിയിട്ട് പറ്റില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നവംബർ 11-ാം തീയതിയാണോ 16-ാം തീയതി മണ്ഡലകാലം തുടങ്ങും എന്ന് കേരള സർക്കാർ മനസ്സിലായിട്ടുള്ളത്? ഇവിടുത്തെ ദേവസ്വം ബോർഡിനും ദേവസ്വം മന്ത്രിക്കും നവംബർ 11-ാം തീയതിയാണോ 16-ന് മണ്ഡലകാലം തുടങ്ങുമെന്ന് മനസ്സിലായിട്ടുള്ളത്? ഇത് എത്ര നാൾ മുമ്പേ അവലോകന യോഗം നടത്തേണ്ടതായിരുന്നു. ഇതെന്താ ഇവർ ഇത്രയും താമസിച്ചെന്താ? അപ്പൊ ഇവർക്ക് ഇങ്ങനെ മീറ്റിംഗ് നടത്താനോ അവലോകനം നടത്താനൊന്നും പറ്റുന്നില്ലെന്നേ. ഇവർക്ക് ആവശ്യമുള്ളത് ഇവർക്ക് അവിടുന്ന് സ്വർണം കക്കാനും ദ്വാരപാലക ശില്പത്തിലെ സ്വർണം അടിച്ചു മാറ്റാനും ഒക്കെ ഇവർക്ക് താല്പര്യമുള്ളൂ. അല്ലാതെ ഇവർക്ക് മറ്റൊരു താല്പര്യമില്ലെന്ന് ഇവിടെ ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞ അനധികൃതമായി ശബരിമലയിലേക്ക് വന്നവർ കാരണം പറഞ്ഞ് ഞാൻ ചോദിക്കട്ടെ, അനധികൃതമായിട്ട് ശബരിമലയിലേക്ക് നിങ്ങൾ വന്നു എന്ന് പറയുന്നവരുടെ എണ്ണം എത്രയാണ്? ആ പറഞ്ഞ ആളുകൾ വന്നത് കൊണ്ടാണോ അവിടുത്തെ ടോയ്ലറ്റുകൾ പോലും നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റാത്തത്? ശബരിമലയിൽ പുറത്തുനിന്ന് നിങ്ങൾ പറയുന്ന ഇത്രയുമധികം ആളുകൾ വന്നു എന്ന കാരണം കൊണ്ട് നിങ്ങൾക്ക് മാസങ്ങൾക്ക് മുമ്പേ ശുചീകരിക്കേണ്ട അവിടുത്തെ ശൗചാലയങ്ങൾ പോലും ശുചീകരിക്കാത്ത എന്താന്നേ? ഈ പമ്പാ നദിയിൽ ഇത്രയധികം മലിനമായിട്ട് കിടക്കുക എന്ന് ദേവസ്വം ബോർഡ് തന്നെ പറയുമ്പോൾ, ദേവസ്വം പ്രസിഡന്റ് തന്നെ പറയുമ്പോൾ, അത് മാസങ്ങൾക്ക് മുമ്പേ ശുചീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റാത്തത് എന്താന്നേ? കുടിവെള്ളം.
ഹാഷ്മി, കുടിവെള്ളം അവിടെ വരുന്ന സാധാരണ ഭക്തർക്ക് വെറുതെ ഒന്ന് തിളപ്പിച്ചാറ്റിയ കുടിവെള്ളം കൊടുക്കാൻ വേണ്ടി പോലും ഇവരെ കൊണ്ട് സാധിക്കാത്ത എന്താണ്? അതും ഇവർ ഈ പറയുന്ന അനധികൃതരായിട്ടുള്ള ആൾക്കാർ വന്ന് കയറുന്നുണ്ടാണ്. അപ്പോൾ കഴിവില്ലാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കുന്നതുകൊണ്ട് പാവപ്പെട്ട ഭക്തരുടെ നേരെ കുതിര കയറാൻ വേണ്ടിയിട്ട് ഇവർ വരരുത് എന്നാണ് എനിക്ക് പ്രാഥമികമായിട്ട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഹാഷ്മി, ഇവിടെ നോക്കൂ, ഇവർക്ക് രഹന ഫാത്തിമയെ ശബരിമലയിൽ കയറ്റാൻ വേണ്ടി സമയമുണ്ട്, ബിന്ദു അമ്മണിയെ ശബരിമലയിൽ കയറ്റാൻ വേണ്ടി സമയമുണ്ട്. ശബരിമലയിൽ കുഴഞ്ഞു വീണ് മരിച്ച സതി എന്ന് പറയുന്ന അമ്മയുടെ മൃതദേഹം അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഇവിടെ കേരളത്തിനകത്തൊരാൾ മരിച്ച് ശബരിമലയിൽ മരിച്ചു വീണിട്ടുണ്ടെങ്കിൽ 30,000 രൂപയും കേരളത്തിന് പുറത്തുള്ളയാൾക്ക് 1 ലക്ഷം രൂപയും വരെ കൊടുക്കേണ്ടതാണ് ദേവസ്വം ബോർഡ്. ചില്ലി കാശ് കൊടുത്തിട്ടില്ല. ബിന്ദു അമ്മണിയെ പോലീസ് പ്രൊട്ടക്ഷനിൽ കയറ്റിയ ആളുകൾ, രഹന ഫാത്തിമയെ ശബരിമലയിൽ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം ചർച്ച ചെയ്യാനാണെങ്കിൽ അത് വേറെ വിഷയമാണ്. സുപ്രീം കോടതിയിലേക്ക് പോയ അഭിഭാഷകരുടെ BJP ബന്ധമൊക്കെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ നമ്മുടെ വിഷയം അതല്ല, നമുക്ക് സമയമില്ല അതിനെപ്പറ്റി. നമ്മൾ പറയുന്നതല്ല, നമ്മൾ പറയുന്നതല്ല, നമുക്ക് വേണം ചർച്ച ചെയ്യാം. അത് കൊണ്ടുപോയോ ആ കുഴപ്പത്തിന് മൊത്തം കാരണമായ ഒരു അഭിഭാഷകനുണ്ട്, നിങ്ങളുടെ BJP നേതാവ് കേട്ടോ. ഏത് BJP നേതാവ്? ചുമ്മാ പറയല. ഞാൻ അവരുടെ പേരും അവരുടെ പാർട്ടിയിലെ പൊസിഷനും കാര്യകർത്ത പദവിയും ഒക്കെ അയച്ചുതരാം. നമ്മുടെ വിഷയമല്ലല്ലോ. ഞാൻ അയച്ചുതരാം. അവർ BJP കാര്യകർത്ത എന്നുള്ള അവരുടെ എക്സാൻഡിൽ വിശദീകരണം ഒക്കെ അയച്ചുതരാം. ചോദിക്കുന്നത്, ശബരിമലയിൽ ഒരു സ്ത്രീ ഇന്ന് മരണപ്പെട്ടല്ലോ, സതി എന്ന് പറയുന്ന ഒരു അമ്മ മരണപ്പെട്ടല്ലോ, അവർക്ക് കൊടുക്കേണ്ട അവരുടെ മൃതശരീരം അവരുടെ വീട്ടിലെത്തിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് നടപടി എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. കോടികൾ, ഏകദേശം 1.5 കോടി രൂപ ചോദിക്കണം, അതറിയണം, ഞങ്ങൾ ചോദിക്കലാണ്. 1.5 കോടിയോളം എനിക്ക് കഴിഞ്ഞില്ലെന്നേ പറയട്ടെ. 1.5 കോടിയോളം രൂപ മുടക്കി ഇവിടെ ആഗോള അയ്യപ്പ സംഗമം നടത്തി. അവിടെ ലക്ഷക്കണക്കിന് രൂപ പണം കൊടുത്തിട്ട് അവിടുത്തെ വലിയ വലിയ സ്യൂട്ട് റൂമുകളിൽ അതിൽ പങ്കെടുത്ത ആൾക്കാർക്ക് ഇവർ റൂം ബുക്ക് ചെയ്ത് കൊടുത്തു. പക്ഷെ ഇവിടുത്തെ സാധാരണ ഭക്തരുടെ അവസ്ഥ എന്താ? 18 മണിക്കൂർ ഹാഷ്മി ക്യൂ, 18 മണിക്കൂർ ക്യൂ നിൽക്കുന്ന ഒരാളുടെ അവസ്ഥ എന്താ? അവനൊന്ന് മലമൂത്ര വിസർജനം ചെയ്യണ്ടേ? ആ സ്വാമിക്കൊന്ന് സ്വന്തം പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കേണ്ടത്. ഇവരെന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്കാളും ഭയാനകമായി, ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു, കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്കാൾ ഭയാനകമായി ബാരിക്കേഡുകൾക്കുള്ളിൽ ശബരിമല ഭക്തരെ ഇവർ ഇടിച്ചു കുത്തി ഇടിക്കുകയാണ്, ഒരു ശ്വാസം പോലും കിട്ടാതെ. ഇത് യഥാർത്ഥത്തിൽ ഭരണകൂട ഭീകരത തന്നെയല്ലേ? ഇവരെന്താ കാണിച്ചു കൂടുന്നത്? ഭരണകൂട ഭീകരതയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചുകുട്ടികളെ ബസിന്റെ ജനാലകൾക്കുള്ളിൽ കൂടി അകത്തേക്ക് കയറ്റിയാണ്. അവിടെ ആ കുട്ടികൾക്ക് ബാലാവകാശം ഇല്ലേ? ഈ ക്രൂരത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതൊക്കെ എന്താ ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കൊച്ചുകുട്ടികളെ പോലും ബസിന്റെ ജനാലകൾ കൂടി അകത്തോട്ട് കയറുന്ന അത്ര ബാലാവകാശ ലംഘനങ്ങൾ അടക്കം സർക്കാർ ഇവിടെ നടത്തുകയാണ്. അപ്പോ ശബരിമലയിലെ ഭക്തരുടെ വരവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു കാര്യങ്ങളും ഈ സർക്കാർ ചെയ്തിട്ടില്ല. ഇവർ ഒരവലോകന യോഗവും നടത്തിയിട്ടില്ല. ഇവിടെ നടക്കുന്നത് ശബരിമല ഭക്തരെ കബളിപ്പിക്കലാണ്, അവരെ ദ്രോഹിക്കലാണ്. മറുവശത്ത് ഇവിടുത്തെ സ്വർണം അടിച്ചു മാറ്റലും. ഇവിടെ ഭക്തർക്ക് ഉത്തരവാദിത്വം ഉണ്ടില്ലെന്നൊന്നും പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ അവർ ഈ പറയുന്ന ചട്ടങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. വേറെ കാനനപാതകൾ കൂടെ വന്നാൽ വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കും. കാര്യം ശരിയാണ്. ഇവിടെ ഈ ക്രൗഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അയ്യപ്പ സംഗമത്തിലെ പ്രധാന സെമിനാർ ടോപ്പിക്കാണ് കേട്ടോ രാഹുൽ. അയ്യപ്പ സേവാ സംഘത്തിൽ പ്രവർത്തിക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അപ്പോൾ കുടിവെള്ളം മുട്ടി ആളുകൾ സങ്കടപ്പെടുന്നപ്പോൾ അതിലൊരാളെ വിളിച്ചു. സാധാരണ അവരൊക്കെ വെള്ളം കൊടുക്കാറുണ്ടെന്ന് കേട്ട് വിളിച്ചു. അവൻ പറയുന്നത് ഏതോ തർക്കമൊക്കെ പറഞ്ഞ് അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ക്യാമ്പുകളൊക്കെ പൂട്ടിച്ച് അവരൊക്കെ പറഞ്ഞു വിട്ടു എന്നാണ്. ഓക്കെ, പറഞ്ഞു വിട്ടോട്ടെ. പക്ഷെ അതിന് പകരം പരിഹാരം ഉണ്ടാക്കണം. എത്ര ആൾ വന്നാലും വെള്ളം കൊടുക്കും, ബേസിക്കായിട്ട് വെള്ളം കൊടുക്കാനുള്ള പരിഹാരം ഉണ്ടാക്കണം. ബയോ ടോയ്ലറ്റ് ക്ലീൻ ആക്കണം. അതിൻ്റെ അടിസ്ഥാന കാര്യമല്ലേ? ഉള്ള സ്വർണ്ണം മൊത്തം ഇളക്കിക്കൊണ്ട് മാസാമാസം കൊണ്ട് അറ്റകുറ്റപ്പണിക്ക് മാത്രം മതിയോ രാഹുൽ ഈ ശുഷ്കാന്തി? ഹാഷ്മി, 3 കാര്യങ്ങൾ. ഒന്ന്, ദൈവമുള്ളതിന് ഏറ്റവും വലിയ തെളിവ് ശബരിമലയാണ്. നമ്മളൊക്കെ ഇത്രയും മോശകരമായിട്ടും നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങൾ മാനേജ് ചെയ്തിട്ടും ഇങ്ങനെങ്കിലും നിന്ന് പോകുന്നുണ്ടല്ലോ. അത് അയ്യപ്പൻ ഉള്ളതുകൊണ്ടും അയ്യപ്പൻ്റെ ചൈതന്യം ഉള്ളതുകൊണ്ടൊന്നും വിശ്വസിച്ചുകൊണ്ട് അയ്യപ്പന് പരീക്ഷിക്കാം. പക്ഷേ ഈ അയ്യപ്പന്മാരെ ദേവസ്വം ബോർഡ് പരീക്ഷിക്കുന്നത് ഒട്ടും ശരിയല്ല. അതോടൊപ്പം ജയകുമാർ സാറിൻ്റെ സത്യസന്ധത, ശ്രീജിത്ത് സാറിൻ്റെ സത്യസന്ധത നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതാണ്. കാരണം ഒരു രാഷ്ട്രീയക്കാരല്ലാത്തതുകൊണ്ടാണ് അവർക്ക് ആ സത്യസന്ധതയുള്ളത്. ജയകുമാർ സാർ ഉപയോഗിച്ച വാക്ക് ഭയാനകം എന്നാണ്, അപായകരം എന്നാണ്. ഞാൻ ഇങ്ങനെ ഈ രീതിയിൽ ഇത് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. നമുക്കിനി വളരെ ഫാക്ച്വലായിട്ട് 2-3 കാര്യങ്ങൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് നോക്കാം. ഹൈക്കോടതി നവംബർ 12-നാണ് ചോദിച്ചത് 53 ലക്ഷം ഭക്തർ വരുന്നിടത്ത് 1000 ശുചിമുറികൾ കൊണ്ട് എന്ത് കാര്യം? ഞാൻ ഇത് എടുത്തിരിക്കുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ പോലീസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന, ദേവസ്വം ബോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വെബ്സൈറ്റിലെ ഫെസിലിറ്റീസാണ്. ഇതിൽ എത്ര ടോയ്ലറ്റുകളുണ്ട് എന്ന് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. സന്നിധാനത്ത് 1161 ടോയ്ലറ്റുകൾ, 160 ബാത്റൂമുകൾ, താഴെ പമ്പയിലെല്ലാം കൂടെ 346 ടോയ്ലറ്റുകൾ തുടങ്ങിയ കണക്കുകളുണ്ട്. ഒരു ബയോ ടോയ്ലറ്റിന്, അത്യാവശ്യം നല്ലൊരു സാധനത്തിന് 30,000 മുതൽ 50,000 രൂപ വരെയാണ് വില.
ഒരു 2000 ബയോ ടോയ്ലറ്റുകൾ ശബരിമലയ്ക്ക് മേടിക്കുന്നെങ്കിൽ പരമാവധി 5-6 കോടി രൂപയാകുള്ളൂ. വളരെ ഈസിയായി മേടിച്ചു വെക്കാവുന്നതല്ലേ? ദേവസ്വം ബോർഡിനോ കാശിന്റെ യാതൊരു പഞ്ഞോ ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ എത്രയോ ഭക്തന്മാർ സന്തോഷത്തോടെ സ്പോൺസർ അടക്കം 16 ബയോ ടോയ്ലറ്റ് അത് ക്ലീൻ ആക്കിയിടണ്ടേ? ഈ സാധനങ്ങൾ ഈ സാധനങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ഒരുപാട് അയ്യപ്പ സംഘടനകളടക്കം താല്പര്യത്തോടെ ശക്തിയായി നിൽക്കുന്നുണ്ട്. അവരെ എല്ലാം അതിൽ നിന്ന് അകറ്റുന്നൊരു സമീപനം ചെയ്യുന്നുണ്ട്. കുറച്ച് വർഷം മുമ്പ് വരെ മാതാ അമൃതാനന്ദമയി മഠം ഏറ്റവും സ്തുത്യർഹമായ സേവനങ്ങൾ അവിടെ ചെയ്തിരുന്നു. വ്യത്യസ്ത ഹിന്ദു പ്രസ്ഥാനങ്ങൾ അവർ നല്ല സേവനം ചെയ്തിരുന്നു. അവരെ എല്ലാം മാറ്റി അല്ലെങ്കിൽ അയ്യപ്പ സേവാ സംഘം അടക്കമുള്ളവർ ഇവരുടെ എല്ലാം കൂടി ഒരു ഫോഴ്സ് ഉപയോഗിക്കണ്ടേ? ഇത് കോർഡിനേറ്റ് ചെയ്യാൻ കൂടി വേണ്ടിയാണ്ടേ ദേവസ്വം ബോർഡ്? ദേവസ്വം ബോർഡിന് എന്തെങ്കിലും കാശിന് പഞ്ഞമുണ്ടോ? അല്ലെങ്കിൽ കാശിന് പഞ്ഞമുണ്ടെങ്കിൽ തരാൻ എത്രയോ ഭക്തന്മാർ വളരെ സന്തോഷത്തോടെ തയ്യാറാകും. ഈ രീതിയിൽ ബയോ ടോയ്ലറ്റുകൾ ക്ലീൻ ചെയ്യാൻ, അതിൻ്റെ ക്ലെൻലിനെസ്സിൻ്റെ ഒരു ആർമിയെ നിർമ്മിക്കാൻ, ഒരു ബ്രിഗേഡ് നിർമ്മിക്കാൻ അവർക്ക് എന്തായാലും എന്തെങ്കിലും എല്ലാ ദിവസവും കൊടുക്കേണ്ടി വരും. അതിനൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ എത്രയോ പേര് സ്പോൺസർഷിപ്പിന് റെഡിയാണ്. ഏത് കാലത്ത് സംസാരിക്കുന്നത്? ചോദിച്ചു 53 ലക്ഷം പേര്. ഇത് അവിടെ ഈ നമ്മുടെ കേരളത്തിന്റെ അഭിമാന മുദ്ര എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിൽ ലോകത്ത് പരിചയപ്പെടുത്താനുള്ള നമ്മുടെ സംസ്കാരത്തിന്റെ അടയാളം എന്നൊക്കെ അയ്യപ്പ സംഗമം നടത്തിയതിനു ശേഷം നമ്മളിപ്പോൾ സംസാരിക്കുന്നത് അവിടുത്തെ ടോയ്ലറ്റ് ക്ലീൻ ആക്കാൻ ആരുമില്ലെന്നാ, അവിടെ വെള്ളം കൊടുക്കാൻ ആരുമില്ലെന്നാ. എന്തൊരവസ്ഥയാ രാഹുലേ? അവിടെയാണ് ഹാഷ്മി. ഞാൻ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കമ്പയർ ചെയ്ത് പറയുകയല്ല. ഞാൻ തിരുപ്പതിയിലും എല്ലായിടത്തും പോകുന്ന ഒരാളാണ്. തിരുപ്പതിയിൽ സത്യം പോകുമ്പോൾ നമുക്ക് അസൂയ തോന്നും. അതായത് തിരുപ്പതി പോയിട്ടുള്ളവർക്കറിയാം, നമ്മൾ പോകുന്ന ക്യൂവിൽ നമുക്ക് പാല് തരും, ബ്രെഡ് തരും. പോകുന്ന വഴി ടി വികളുണ്ട്. തിരുപ്പതി വെങ്കടേശ്വരൻ്റെ കഥ കേൾക്കാനും മറ്റുമുള്ള ടി വികൾ പല സ്ഥലത്തും സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്കിത് കാണുകയും മറ്റും ചെയ്യുകയും പോവുകയും ചെയ്യാം. നമുക്ക് ശബരിമലയ്ക്ക് പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ഇല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വേണം. അവിടെയാണ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിൽ ജനിച്ച ദൈവമാണ് അയ്യപ്പൻ. ആലങ്കാരികമായി നമ്മൾ പറയാറുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ കൊണ്ടുവരുന്ന സ്ഥാപനങ്ങളിലൊന്നാണ്. ഇനിയും വിശ്വാസവും ഭക്തിയും ഇടാം. വെറും റവന്യൂവിൻ്റെ കാര്യത്തിൽ എടുത്താൽ ഏകദേശം ഈ സീസണിൽ മാത്രം 50 മുതൽ 55 ലക്ഷം വരെ ആൾക്കാർ വരും. 2000 രൂപയുടെ കണക്കെടുത്താൽ ആയിരക്കണക്കിന് കോടി രൂപ നമ്മുടെ എക്കോണമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഡിവൈൻ സ്ഥലമാണ്, വിശുദ്ധ സ്ഥലമാണ് ശബരിമല. കുറേ കൂടെ പ്രൊഫഷണലായി മുന്നൊരുക്കങ്ങൾ നടത്തണം എന്ന് പറയുകയാണെങ്കിൽ അത് അസഹിഷ്ണുത കാണിച്ചിട്ട് കാര്യമുണ്ടോ? അവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ ബയോ ടോയ്ലറ്റിൻ്റെ കണക്ക്. തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ വോളണ്ടിയേഴ്സിനെ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ വോളണ്ടിയേഴ്സിൻ്റെ ഫോഴ്സ്, അവർക്ക് വേണ്ടിയുള്ള സ്ഥലങ്ങൾ, ഇനി വനം വകുപ്പിനോട് കുറേ കൂടെ അഗ്രസീവായി നിന്നുകൊണ്ട് കുറച്ചുകൂടെ സ്ഥലം ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ വേണം. ഈ സ്ട്രക്ചറലായ കാര്യങ്ങൾ ചെയ്യണ്ടേ? ഇപ്പം ജയകുമാർ സാറിനെ കുറ്റം പറയാൻ പറ്റില്ല. ഏറ്റെടുത്തിട്ട് 2-3 ദിവസം അല്ലെങ്കിൽ കുറച്ച് സമയമേ ആയിട്ടുള്ളൂ. മുമ്പിരുന്ന ബോർഡിന് കുറ്റമുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ അവരെ തെള്ളി പറയാൻ പറ്റും? അല്ലെങ്കിൽ എങ്ങനെ ഈ പറയുന്നവരെ മാറ്റി നിർത്താൻ പറ്റും? മുമ്പിരുന്ന ബോർഡിനടക്കം സീരിയസ് ആയി കാര്യങ്ങൾ എടുക്കണം. കേരളത്തിൽ ഈ ശബരിമല മാത്രമല്ല, ഈ സീസൺ കാലമാണ് ഏകദേശം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അമ്പലങ്ങളുടെ എക്കോസിസ്റ്റത്തെ, ആവാസ വ്യവസ്ഥയെ നിലനിർത്തുന്നത്. ആ ടെമ്പിൾ എക്കോസിസ്റ്റത്തെ നിലനിർത്തുന്നത് ഇതാണ്. അപ്പം കുറച്ചുകൂടെ സീരിയസ് ആയി കൂടുതൽ ബയോ ടോയ്ലറ്റുകൾ, ക്ലെൻലിനെസ്, വെള്ളം, അടിസ്ഥാന വെള്ളത്തിൻ്റെ ഫെസിലിറ്റി, ഇതൊന്നുമില്ല എന്നുള്ളത് വേദനാജനകമാണ്. കേരളത്തിൻ്റെ പൊതുപരാജയമാണ്. മുമ്പിരുന്ന ദേവസ്വം ബോർഡിൻ്റെ വിശിഷ്യ പരാജയമാണ്. ഇനിയെങ്കിലും പ്രൊഫഷണൽ ബോഡീസിനെ, ആത്മീയ ഓർഗനൈസേഷൻസിനെ, സോഷ്യൽ ഓർഗനൈസേഷൻസിനെ അവരുടെ ഒരു ശക്തി ഇതിനു വേണ്ടി ചാനലൈസ് ചെയ്യണം. ഇവിടെ രാഹുൽ ഈശ്വർ ഇക്കുറി തമിഴ്നാട്ടിൽ നിന്നൊക്കെ കുറേയധികം തീർത്ഥാടനം എത്തിയിട്ടുണ്ട്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ കള്ളന്മാരെ പിടിച്ചകത്തിട്ട് അയ്യപ്പൻ്റെ തേജസ് ശക്തി കൂടി എന്നൊക്കെ എന്തോ വാട്സാപ്പ് പ്രചരണം ഉണ്ടെന്ന് കേൾക്കുന്നു. എന്തോ ആയിക്കോട്ടെ. പക്ഷെ പി കെ ഗോപൻ ഇന്ന് കണ്ടത് എന്ത് പറഞ്ഞാലും ഒരു അവലോകനവും ഉണ്ടായിട്ടില്ല, ഒരു റിവ്യൂ മീറ്റിംഗ് ഉണ്ടായിട്ടില്ല. അതിന് പെരുമാറ്റച്ചട്ടം പറഞ്ഞ കാര്യം ശരി, ആൾ കൂടി ശരിയാണ്. പക്ഷെ ഇന്ന് കണ്ടത് അങ്ങേയറ്റം മുന്നൊരുക്കങ്ങൾ, ഏകോപനങ്ങളില്ലാത്ത നേർക്കാഴ്ചയാണ്. തർക്കമില്ല കേട്ടോ ശ്രീ പി കെ ഗോപൻ. ശ്രീ ഹാഷ്മി, ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അങ്ങയോടൊരു നിർദ്ദേശമുള്ളത്, ഈ പാനലിൽ മൊത്തം 5 പേരാണ് ഉള്ളത്. 4 പേരും സർക്കാർ സംവിധാനത്തിനെതിരായും ദേവസ്വം ബോർഡിനെതിരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് അടുത്ത ചർച്ചയിൽ ഇതൊരു 10 വർദ്ധിപ്പിച്ച് 9 പേരെ കൂടി വിളിക്കാൻ കുറച്ചുകൂടി സൗകര്യപ്രദമായിരിക്കും എന്നുള്ളൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. അത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ്. അത് എൻ്റെ ഒരു നിർദ്ദേശമായിട്ട് പറയുകയാണ്. രണ്ടാമത്തെ കാര്യം, ഈ ശബരിമലയുമായി ബന്ധപ്പെടുത്തി ആർക്കും ദേഷ്യവും തോന്നേണ്ട കാര്യമില്ല. ശബരിമല പുത്തരിക്കണ്ടം മൈതാനത്തുള്ള ഒരു ക്ഷേത്രമല്ല. ശബരിമല കാനന ക്ഷേത്രമാണ്. അവിടെ എത്ര വികാസം ഉണ്ടാക്കിയാലും അതിന് പരിമിതിയുണ്ട്. ഒരുപാട് നിയന്ത്രണങ്ങൾക്ക് വിധേയം, ഒരുപാട് പ്രയാസങ്ങളുള്ള സ്ഥലം, ഒരു ടെറൈൻ ലാൻഡ്, വനം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് ഈ ശബരിമല. ഈ ശബരിമലയിൽ തന്നെയാണ് ഇന്നത്തെ ദേവസ്വം ബോർഡ് കഴിഞ്ഞ പ്രാവശ്യത്തെ, അതായത് ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ നിലനിന്നിരുന്ന ദേവസ്വം ബോർഡ്
കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ സംവിധാനങ്ങളെല്ലാം നിയന്ത്രിച്ചതും ആ ദേവസ്വം ബോർഡ് തന്നെയാണ്. അതുപോലെ തന്നെ തിരുപ്പതി ക്ഷേത്രം എല്ലാ ദിവസവും ദർശനം കിട്ടുന്ന ക്ഷേത്രമാണ്. ഇതേ വിഷയം നമുക്ക് ഗുരുവായൂരില്ലല്ലോ. അപ്പോൾ വർഷത്തിൽ ഒരിക്കലും അതുപോലെ തന്നെ മാസത്തിൽ ഒരിക്കലും ഒക്കെ ആയിട്ട് അയ്യപ്പ ദർശനം കിട്ടുന്ന ഒരു ക്ഷേത്രത്തിൽ പ്രത്യേക സന്ദർഭങ്ങളിൽ മകരവിളക്ക്, മണ്ഡലവിളക്ക് സമയത്തുണ്ടാകുന്ന തിരക്ക് മറ്റ് ക്ഷേത്രങ്ങളിൽ ഉണ്ടാകാറില്ല. അതുകൊണ്ട് തിരുപ്പതി മോഡലിൽ ഇത് എത്രമാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളത് പഠിക്കേണ്ടുന്ന കാര്യമാണ്, പ്രയാസമുള്ള കാര്യമാണ്. പിന്നെ ഉള്ളത് അവിടുത്തെ ശൗചാലയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഈ ശൗചാലയങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഒരു ശൗചാലയം അവിടെ കുറഞ്ഞില്ല സർ. അവിടെ ഏതാണ്ട് 1300, 1400 ശൗചാലയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ശൗചാലയങ്ങളെല്ലാം തന്നെ സാങ്കേതിക വിദ്യയിൽ മുന്നിൽ നിൽക്കുന്ന ശൗചാലയങ്ങളുണ്ട്. അതായത് ബയോ ടോയ്ലറ്റ് ഉണ്ട്, മൊബൈൽ കണ്ടെയ്നർ ഉണ്ട്, നിരവധി യൂറിനുകൾ പ്രവർത്തിക്കുന്ന മൊബൈൽ കണ്ടെയ്നറുകളുണ്ട്. അപ്പോൾ അവിടെ നിയന്ത്രണ വിധേയമായി ഈ പറയുന്ന 70,000 വെർച്വൽ ക്യൂവും 20,000-ഓളം വരുന്ന സ്പോട്ട് ക്യൂവും സ്പോട്ട് രജിസ്ട്രേഷനും എല്ലാം കൂടി ചേർന്നാൽ അത്രയും പേരെ നിയന്ത്രിക്കാൻ പറ്റിയ സംവിധാനം അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് വൈകുന്നേരം അത് കൺട്രോൾഡ് ആയത്. രാവിലെ അങ്ങനല്ല. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് അമിതമായി തിരക്ക് വന്നു. ആ തിരക്കിന്റെ ഭാഗമായി ഈ ലീഗലല്ലാത്ത സൈഡിൽ കൂടെ ആളുകൾ കയറുന്ന അവസ്ഥയുണ്ടായി. അത് ഉണ്ടാകാൻ പാടില്ല എന്ന് ശക്തമായി ADGP വൈകുന്നേരം മുന്നറിയിപ്പ് നൽകി. ഭക്തരോട് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ലാത്തിയില്ല, ഞങ്ങൾ ലാത്തി ഉപയോഗിച്ച് നിങ്ങളെ നിയന്ത്രിക്കില്ല, ഞങ്ങളുടെ കൈകൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾ സഹകരിക്കണം എന്ന് ഭക്തരോട് പറഞ്ഞു. ഭക്തർക്ക് അത് മനസ്സിലാവും. അല്ലാതെ രാഷ്ട്രീയ മന്ദിരം ഇവിടെ ഈ ശബരിമല സ്ത്രീ പ്രശ്നത്തെ എല്ലാ സംഭവത്തിലും കൊണ്ടുവന്ന് ചാർത്താൻ പരിശ്രമിക്കുമ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി ഈ പ്രശ്നത്തെ കണ്ടാലോ അവരെങ്ങനെയായിരിക്കും അവിടെ സമാധാനപരമായിട്ട് നടക്കാൻ അവരാഗ്രഹിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന് BJP നേതൃത്വം പോയതിന്റെ തെളിവ് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഒരു തെളിവും വേണ്ട. 2018 ജന്മഭൂമി പത്രം മാത്രം മതി. ശബരിമലയിൽ പോയ ഹിന്ദു സന്യാസിനിമാരെ അനുമോദിച്ചുകൊണ്ട് ജന്മഭൂമി പത്രം അന്ന് പ്രസിദ്ധീകരിച്ച വാർത്ത മാത്രം മതി. അതെടുത്ത് അദ്ദേഹത്തിന് തെളിവായിട്ട് കൊടുക്കണം. RSS ശബരിമലയിൽ സ്ത്രീ പ്രശ്നത്തിന് വേണ്ടി പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ നേരത്തെ ഒരു ചർച്ചയിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ RSSന്റെ ദേശീയ നേതൃത്വം പറഞ്ഞിട്ടില്ല ഇതുവരെ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം പാടില്ല എന്ന്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പറഞ്ഞിട്ടില്ല ശബരിമലയിൽ സ്ത്രീ പ്രവേശനം പാടില്ല എന്ന്. അവർ രണ്ടുപേരും ഇപ്പൊ അതിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ്. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമായിട്ട് പറയുക. പിന്നെ കോൺസെൻട്രേഷൻ ക്യാമ്പ് അത് മഹാകുംഭമേളയിലാ സാറേ നടന്നേ. ഉത്തർപ്രദേശിലും വടക്കേ ഇന്ത്യയിലുമായിട്ട് നടന്ന മഹാകുംഭമേളയിലാ മനുഷ്യർക്ക് അവിടെ സുപ്രീം കോടതി നിലപാട്, രാഷ്ട്രീയ നിലപാടൊക്കെ നമുക്ക് ഒരുപാട് ചർച്ച ചെയ്താണ്. സുവർണാവസരം ഒക്കെ ചർച്ച ചെയ്യാനുണ്ട്. നമ്മുടെ വിഷയമല്ല അങ്ങ് പറഞ്ഞു. ശ്രീ PK ഗോപൻ, ഇവിടെ താങ്കൾ എന്ത് പറഞ്ഞാലും ഈ ബയോ ടോയ്ലറ്റുകൾ വൃത്തികേടായി കിടക്കുകയാണെന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് അധ്യക്ഷനാണ്. മരിച്ച് മണ്ണടിഞ്ഞ മനുഷ്യരുണ്ടല്ലോ. നമുക്ക് അതിലേക്ക് പോകണം. അല്ലാതെ ശ്യാംരാജ് പറഞ്ഞതിന് മറുപടി പറഞ്ഞു. ഓക്കെ, നമുക്കത് നിൽക്കണ്ട. ബയോ ടോയ്ലറ്റുകൾ ക്ലീൻ അല്ലാതെ കിടക്കുന്നതിന്റെ ഉത്തരവാദിത്വം താങ്കൾ ഈ പറഞ്ഞത് ഒന്നും മറുപടിയല്ല. അവിടെ ക്ലീൻ അല്ല കിടക്കുന്നു പറയുന്നത് ദേവസ്വം ബോർഡ് അധ്യക്ഷൻ തന്നെയാണ് പറയുന്നത്. ഞാനിപ്പോ ഹാഷ്മിക്ക് താല്പര്യമുള്ള മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മറുപടി പറയാൻ കഴിയില്ല, അതുകൊണ്ടാണത്. താല്പര്യമുള്ള മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങേക്ക് മറുപടി പറയാൻ കഴിയില്ല, അതുകൊണ്ടാണത്. ബയോ ടോയ്ലറ്റുകൾ ക്ലീൻ ആയി കിടക്കുന്നത് എന്തുകൊണ്ട് എന്നതിന് തീർത്ഥാടകർ കൂടിയതുകൊണ്ടാണെന്ന് പറയാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല. അങ്ങ് സമ്മതിക്കേണ്ടി വരും. ഏകോപനത്തിൽ പിഴയുടെ സമ്മതിക്കേണ്ടി. അതുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്. ധാരണയൊക്കെ അങ്ങേക്കുള്ളത് നല്ലതാണ്. അതൊന്നും എനിക്ക് തർക്കമില്ല കാര്യത്തിൽ. അങ്ങേക്ക് മറുപടി പറയാൻ കേരളത്തിൽ ആർക്കും പറ്റത്തില്ലെന്നൊക്കെയുള്ള ധാരണ അങ്ങേക്കുള്ളത് നല്ലതാണ്. അതൊക്കെ ഒരു മനുഷ്യർക്കുള്ള നല്ലതാണ്. വിഷയം അവിടെ നല്ല വിഷയം ദേവസ്വം ബോർഡ് ഇന്നത്തെ പ്രസിഡന്റ് പറയാനുള്ള കാരണം ഈ രാവിലത്തെ ക്യൂ വ്യത്യസ്തമായ തരത്തിൽ കൺട്രോൾ അല്ലാതെ വന്നതിന്റെ ഭാഗമായിട്ടാണ്. അത് കൺട്രോൾ ചെയ്തു, നിലയ്ക്കൽ വെച്ച് കൺട്രോൾ ചെയ്തു, പമ്പയിൽ കൺട്രോൾ ചെയ്തു. ഭയാനകം എന്ന് പറഞ്ഞാൽ ആർക്കും ഭയാനകമായിട്ട് തോന്നും. അത് സത്യസന്ധമായിട്ട് അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം അവിടെ വിഷയമില്ലെന്നല്ല, ഇത്രയും ആളുകൾ വരുമ്പോൾ വിഷയം ഉണ്ടാവും അവിടെ. അപ്പോ അത് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ കാണുന്ന വിഷ്വൽ വെച്ച് തന്നെ അവർക്ക് ബോധ്യപ്പെടും. അവരും ശബരിമലയിൽ പോകുന്നവരാണ്, അവരാളുകളെ പറഞ്ഞു വിടുന്നവരാണ്, അവർക്കിത് ബോധ്യപ്പെടും. അവിടെ ഒരു സംവിധാനം ഇല്ലാതെ 90,000 പേരെങ്ങനെയാ സാർ കൃത്യമായിട്ട് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നത്? ഒരു സംവിധാനം ഇല്ലാതാണോ? 3000 പോലീസുകാർ അവിടെ നിൽക്കുന്നത് വെറും സംവിധാനം ഇല്ലാതാണോ? അവിടുത്തെ ശുചീകരണ തൊഴിലാളികൾ സംവിധാനം ഇല്ലാതെയാണോ? പിന്നെ ഒരു റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും നടക്കേണ്ടത് റിവ്യൂ. ദേവസ്വം വകുപ്പ് മന്ത്രി ബന്ധപ്പെട്ട് കേരളത്തിലെ മുഴുവൻ മന്ത്രി വിളിച്ച എത്ര അവലോകനം ഉണ്ടായി? ഒരു യോഗം ഉണ്ടായിട്ടില്ല PK ഗോപൻ. അത് ഒരാഴ്ചക്ക് മുമ്പ് മാത്രം നടന്നത്. കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട്, അതിന് മുമ്പത്തെ വർഷം ഉണ്ടായിട്ടുണ്ട്. പച്ച കള്ളാ നിങ്ങൾ. എത്ര യോഗം ഉണ്ടായി? ഒരു യോഗം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ കള്ളം പറയുകയാണ്. അങ്ങ് പറയും എത്ര യോഗം ഉണ്ടായി? അങ്ങ് എത്ര യോഗം ഉണ്ടായി പറയൂ. വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതിന്റെ മുഴുവൻ കോർഡിനേഷനും നേരത്തെ നടന്നിട്ടുണ്ട്. എത്ര യോഗം ഉണ്ടായി? ഇലക്ട്രിസിറ്റിക്കാര്, എത്ര വകുപ്പ് തല യോഗം ഉണ്ടായി? മറ്റു വകുപ്പുകൾ ഇതെല്ലാം ചേർത്ത യോഗങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ. അല്ല അങ്ങ് പറയൂ. നേരത്തെ നമ്മൾ വാർത്ത ചെയ്യുന്നതാണെന്നേ.
മന്ത്രി അവിടെ എത്തി പമ്പയിലെത്തി വിളിക്കുന്ന യോഗങ്ങളുടെ വാർത്ത നമ്മൾ ചെയ്യുന്ന ഇക്കുറി ഒരു വാർത്ത ഉണ്ടായിട്ടില്ല. അങ്ങ് പറയൂ അങ്ങനെയാണെങ്കിൽ. ദേവസ്വം മന്ത്രി അവിടെ എത്തി വിളിച്ച എത്ര റിവ്യൂ യോഗങ്ങൾ ഉണ്ടായി, എത്ര അവലോകനം ഉണ്ടായി, എത്ര വകുപ്പ് തല യോഗം ഉണ്ടായി? മാത്രമല്ല സാർ, ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. അങ്ങ് പറയൂ, അങ്ങക്ക് അറിവുണ്ടെങ്കിൽ. അങ്ങ് പറഞ്ഞു പച്ചക്കള്ളമാണെന്ന് പറഞ്ഞു. അങ്ങ് പറയൂ, ദേവസ്വം മന്ത്രിയുടെ അധ്യക്ഷതയിൽ പമ്പയിൽ നടന്ന, ശബരിമലയിൽ നടന്ന എത്ര അവലോകനങ്ങൾ ഉണ്ടായി? ഞാൻ ചില കാര്യങ്ങൾ പറയാം. അവിടെ ശ്രീ ഹാഷ്മി, അവിടെ ഏതെങ്കിലും അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് 5 ലക്ഷം രൂപ ഇൻഷുറൻസ്. അല്ല, ഞാൻ പറയാൻ സമ്മതിക്കില്ലെങ്കിൽ അങ്ങ് പറഞ്ഞു, ഞാൻ നിർത്തുന്നു. കള്ളമെന്ന് പറയരുത്. ഞാൻ വസ്തുതാപരമായി പറയാണ്. 3 പേർക്ക് അല്ല, അങ്ങ് മറ്റു 3 പേർക്ക് സമയം കൊടുത്ത് സംസാരിപ്പിച്ചോ, ഞാൻ നിർത്തി സാർ. അങ്ങ് ആ ബാക്കിയുള്ളവരെ കൊണ്ട് തന്നെ ഇതെല്ലാം പറയിപ്പിച്ച് അവസാനിപ്പിച്ചു, ഞാൻ നിർത്തി. അങ്ങയുടെ ചർച്ചയിൽ തൽക്കാലം ഞാൻ നിർത്തി. അങ്ങ് പറഞ്ഞു ഞാൻ പറയുന്നത് കള്ളമാണെന്ന് പറഞ്ഞു. അതങ്ങനെ കള്ളമാവുക? ഞാൻ വസ്തുതാപരമായി പറയാണ്. ദേവസ്വം മന്ത്രി അധ്യക്ഷത കൊടുത്ത് ഒരു യോഗം ഉണ്ടായിട്ടില്ല അവിടെ. അതിന് കള്ളമെന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ അല്ലാന്ന്. താങ്കൾ പറഞ്ഞോളൂ സാർ. ദേവസ്വം ബോർഡ് മന്ത്രി അവിടെ ഗവൺമെന്റിന്റെ ഇടപെടൽ എങ്ങനെയാ വരുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ വകുപ്പുകളെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ദേവസ്വം ബോർഡ് മന്ത്രിയുടെ. ഞാൻ നേരത്തെ ചോദിക്കട്ടെ, അവിടെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് അവിടെ വന്നല്ലോ. ഒരു കോർഡിനേഷനും ഇല്ലാതെയും ഒരു സംവിധാനവും ഇല്ലാതാണോ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് അവിടെ വന്ന് വളരെ കൃത്യമായിട്ട് തിരിച്ചു പോകുന്നത്? ഈ കേരളത്തിലെ ഗവൺമെന്റിന് ഒരു റോളും ഇല്ലാതെ സംഭവിച്ച ഒരു കാര്യമാണോ അവിടെ? അപ്പോൾ അതിന് അവിടെ ദേവസ്വം മന്ത്രി അന്ന് പോയില്ലേ? അവിടെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റിനോടൊപ്പം സഞ്ചരിച്ച ഒരാളല്ലേ ദേവസ്വം മന്ത്രി? അതിനുശേഷമല്ലേ തുലാമാസത്തെ അവിടെ നടതുറപ്പ് നടന്നത്? രാഷ്ട്രപതി ഉണ്ടെങ്കിൽ മാത്രമേ ദേവസ്വം മന്ത്രി പോയി റിവ്യൂ മീറ്റിംഗ് നടത്തൂ. സാധാരണ തീർത്ഥാടനം നടത്തില്ല. അങ്ങനെയാണോ? നമ്മുടെ വിഷയമല്ല, വിട്ടുവിട്ടു. ഞാൻ ഈ ആളുകളെ ചീത്ത വിളിപ്പിക്കാനാ കൊണ്ടിരുന്നതെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല. അദ്ദേഹത്തിന്റെ ഭാഷയൊക്കെ ഉപയോഗിച്ച് മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല. അദ്ദേഹത്തെ നിങ്ങൾ ചീത്ത വിളിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബിജെപിയുടെ കമ്മിറ്റി പറയുന്ന പോലെയും കോൺഗ്രസിന്റെ കമ്മിറ്റി പറയുന്ന പോലെ അതൊക്കെ നിങ്ങളുടെ കമ്മിറ്റി അത്തരം കാര്യങ്ങൾ പറയരുത്. സോറി, KPCC കൂടുകയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞതാ. ശ്രീ വസന്ത, ഇവിടെ ശ്രീത്ത് വളരെ പരിചയസമ്പന്ന ഉദ്യോഗസ്ഥനാണ്. അവിടെ സ്പെഷ്യൽ ഉദ്യോഗസ്ഥനെ കുറെ വർഷങ്ങളായി ജോലി എടുക്കുന്നതാണ്. അദ്ദേഹം അവിടെ എത്തി, അവിടെ നിന്നു, ജയകുമാർ അടക്കമുള്ളവരുടെ എത്തി. ആ തിരക്ക്, നമ്മൾ കണ്ട ഭയാനകമായ ഭീതിതമായ കാഴ്ച വളരെ പെട്ടെന്ന് ഇല്ലാതായി. അതിനെ കൂടി നമ്മൾ പിഴവ് പറയുമ്പോൾ ശരിയെന്ന് പറയണം വസന്ത്. അല്ല, അതിന് ഉത്തരം പറയാം. അതിന് മുമ്പ് CPM പ്രതിനിധി പറഞ്ഞത്, ഞാൻ വിവരക്കേടെന്ന് പറഞ്ഞത് അസഭ്യമായി പോയി എന്നാണ്. അദ്ദേഹം പറയുന്ന വിവരക്കേടിനെ അയ്യോ താത്വികമായ അവലോകനമാണ് എന്ന് പറഞ്ഞ് കൈയടിക്കാൻ ഇത് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമല്ലെന്നും അദ്ദേഹം പിണറായി വിജയൻ അല്ലെന്നും ഞാൻ ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ അംഗമല്ലെന്നും അദ്ദേഹം മനസ്സിലാക്കിയാൽ മതി. അദ്ദേഹം പറഞ്ഞ വിവരക്കേട് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറഞ്ഞു പ്രസിഡന്റിന്റെ സന്ദർശനം ഉണ്ടായപ്പോൾ ഞങ്ങൾ തന്നെയല്ലേ അവിടെ ഇതെല്ലാം ചെയ്തത് എന്ന് ചോദിച്ചാൽ, നോക്കൂ, ഇന്ത്യൻ പ്രസിഡന്റിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സെക്യൂരിറ്റി നിയന്ത്രിക്കുന്നത്, കോർഡിനേറ്റ് ചെയ്യുന്നത്, ആയതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നത് PBG ആണ്, പ്രസിഡന്റ്സ് ബോഡി ഗാർഡ് ടീം. അത് നേരിട്ട് രാഷ്ട്രപതി ഭവനാണ് നിയന്ത്രിക്കുന്നത്. സംസ്ഥാന പോലീസിനും അതിൻ്റെ മേധാവികൾക്കും അതിന് പങ്കുണ്ട്, പക്ഷേ കോർഡിനേഷൻ പൂർണ്ണമായും അവരാണ്. അപ്പോൾ അതാണ് അദ്ദേഹം പറഞ്ഞ വിവരക്കേട്. അത് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഹാഷ്മി 5 പേരെ കൊണ്ടുവന്ന് പാനലിൽ ഇരുത്തി. അതിനുശേഷം അങ്ങിങ്ങനെ ശരവേഗത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയാൻ തൽക്കാലം സൗകര്യമില്ല എന്നാണ്. ബഹുമാനപ്പെട്ട ഹാഷ്മി ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്, വരുന്ന ദിവസങ്ങളിൽ ഈ CPMന്റെ പ്രതിനിധിയെ വിളിക്കുന്നതിനോടൊപ്പം പ്രതിപക്ഷത്ത് നിന്ന് ആരെയും വിളിക്കേണ്ട. ബഹുമാനപ്പെട്ട K. ജയകുമാറിനെ വിളിച്ചാൽ മതി, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്. 10 പേരൊന്നും വിളിക്കേണ്ട. K. ജയകുമാർ, അതായത് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയന്ത്രിക്കുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നോമിനേറ്റഡായി വന്നിരിക്കുന്ന K. ജയകുമാറിനെ ഇപ്പുറത്ത് ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നിർത്തിയാൽ മതി. ഞങ്ങളെ വിളിക്കണമെന്നില്ല, ഞങ്ങൾക്ക് പ്രാതിനിധ്യം തരണമെന്നില്ല. കാരണം ഞങ്ങൾക്ക് പറയാനുള്ളതെല്ലാം വളരെ കൃത്യമായി, സത്യസന്ധമായി, നേരോടെ, നെറിവോടെ ആ മനുഷ്യൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പമ്പ മലീമസമാണ്. അവിടെ ബയോ ടോയ്ലറ്റുകളിൽ വിസർജ്യം മാറ്റാൻ സാധിക്കുന്നില്ല. ഉണ്ടാവുന്ന വിസർജ്യങ്ങൾ ടോയ്ലറ്റിൽ നിന്ന് മാറ്റാൻ സാധിക്കുന്നില്ല. സ്പോട്ട് ബുക്കിങ്ങിൽ ഞങ്ങൾ സർവകക്ഷി യോഗത്തിൽ ആവശ്യപ്പെട്ടതാണ്. നിലവിൽ അവിടെ ഉള്ളത് 4 കൗണ്ടറുകളാണ്. അത് 10 കൗണ്ടറുകളെങ്കിലും ആക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഇന്ന് അവരത് 7ലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ഞങ്ങൾ ആവശ്യപ്പെട്ടു സ്പോട്ട് ബുക്കിങ്ങിന്റെ ടൈം കൂട്ടണം. നിലയ്ക്കൽ, പമ്പയിൽ ഒക്കെ സ്പോട്ട് ബുക്കിങ്ങിന് വന്നതിന് ശേഷം അത് നടക്കാതെ പോകുന്നുണ്ട്. നോക്കൂ, ഈ കേരളത്തിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തരാണ് 2 പേർ 3 പേരായി വരുന്നത്. പക്ഷെ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ വരുന്ന
അയ്യപ്പ ഭക്തർ അവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഗുരുസ്വാമിയുടെ കീഴിൽ ഒരു ടീമായാണ് വരുന്നത്. ചിലപ്പോൾ 10 പേർ കാണും. അപ്പോൾ ഈ സ്പോട്ട് ബുക്കിങ്ങിന്റെ ഒരു പ്രശ്നം, ആ വന്ന 5 പേർക്ക് കൊടുക്കാൻ പറ്റുകയും ബാക്കി വന്ന 5 പേർ, ആ 10 ഗുരുസ്വാമിയുടെ കീഴിൽ വരുന്ന ബാക്കി 5 പേരുണ്ടല്ലോ, അവരെ കടത്തിവിടാൻ പറ്റാതെ വരികയും ചെയ്താൽ എന്തടിസ്ഥാന സൗകര്യമാണ് കാത്തു നിൽക്കുന്ന ബാക്കി അയ്യപ്പ ഭക്തർക്ക് നിലയ്ക്കൽ ഇവർ ഒരുക്കിയിരിക്കുന്നത് എന്ന് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? പമ്പയിൽ എന്താണ് അവർ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന ചോദ്യമല്ലേ? വെള്ളം പോലും കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇപ്പം നേരത്തെ എൻ്റെ സ്നേഹിതൻ രാഹുൽ ഈശ്വർ പറഞ്ഞു അയ്യപ്പ സേവാ സംഘം മാത്രമല്ല, നോക്കൂ, ക്രിസ്ത്യൻ സംഘടനകൾ, മുസ്ലിം സംഘടനകളൊക്കെ ഈ അയ്യപ്പ ഭക്തർ വരിവരിയായി റോഡുകളിലൂടെ പോകുമ്പോൾ അവർക്ക് ചുക്കുവെള്ളം കൊടുക്കാറുണ്ട്, ചുക്ക് കാപ്പി കൊടുക്കാറുണ്ട്. എൻ്റെ നാട്ടിലൂടെയാണ് കടന്നു പോകുന്നത് കേട്ടോ, കോട്ടയത്ത് നിന്ന്. ഈ ശബരിമലയിലേക്ക് 30 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലൊക്കെ ക്രിസ്ത്യൻ സംഘടനകളുണ്ട്. അവിടുത്തെ പ്രശ്നമല്ല, ഞാൻ പറഞ്ഞ വെള്ളം അവിടെ കൊടുക്കുന്ന പ്രശ്നമല്ല. നമ്മളവിടെ ക്യൂ നിൽക്കുമ്പോൾ ആ ക്യൂവിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റില്ല. ആ ക്യൂവിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് ആ ക്യൂവിലോട്ട് കടക്കാൻ കഴിയില്ല. ഇനി നമ്മൾ 1-2 പേർ ചേർന്ന് പോവുകയാണെങ്കിൽ ക്യൂവിൽ നിന്ന് പിന്നെ അവരെ കാണാനും പറ്റില്ല. അങ്ങനെ വരുമ്പോഴേക്ക് വെള്ളം അങ്ങോട്ടേക്ക് എത്തണം. അതേ പറഞ്ഞോളൂ, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ ശ്യാംരാജ്, ഇവിടെ ഇപ്പോൾ 1-ാം തീയതി മുതൽ മലയാളികൾ അങ്ങനെ പോകാറില്ല. മലയാളികൾ 12 ഒക്കെ നമ്മൾ വ്രതമൊക്കെ എടുത്ത് പോകാറുള്ളൂ. അതിൻ്റെ ഒരു സ്പെഷ്യൽ തിരക്ക് വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ശബരിമലയെ ചുറ്റിപ്പറ്റി ഇത്രത്തോളം വിവാദമുള്ളപ്പോഴും ശബരിമലയുടെ ആ പവിത്രത, സാങ്ക്ടിറ്റി വിശ്വാസികളുടെ മനസ്സിൽ അങ്ങനെ ഉണ്ട് എന്നുള്ളത് മലയാളികൾക്കൊക്കെ സന്തോഷവും ആശ്വാസവും ഉണ്ടാവേണ്ട കാര്യമാണ്. പമ്പയിൽ നിന്ന് ഇത്രയധികം പേർ സന്നിധാനത്തേക്ക് എത്തും, ഇത്രയധികം പേർ തിരിച്ചു ഉണ്ടെന്ന് ഇനി നോക്കണം. മലയാളികൾ കൂടുതൽ അങ്ങോട്ടേക്ക് എത്താൻ പോകുന്നുണ്ട്. അവരെ തടയേണ്ട സ്ഥലത്ത് തടയണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ പറയുന്ന പന്തളത്തൊക്കെ തടഞ്ഞു കഴിഞ്ഞാൽ അവരോട് ഭക്ഷണം കഴിച്ച് സമാധാനം ഇരുന്നോളൂന്നേ. ഇവിടെ സമയമാകുമ്പോൾ ഇങ്ങോട്ട് കയറി അവരെ കയറ്റി വിട്ടാൽ മതി. നടക്കാത്തതാൽ നടക്കും. ശ്യാംരാജ്, അത് തന്നെ ഹാഷ്മി, ഞാൻ പറഞ്ഞു വന്നത് അത് തന്നെയാണ്. നടക്കായികയില്ല, നടക്കും. നോക്കൂ, ഇവിടെ നോക്കൂ, ശബരിമലയുടെ വിശ്വാസമോ ശബരിമലയിലേക്കുള്ള ഭക്തരുടെ വരവോ ഒരു കാലത്തും കുറയാൻ വേണ്ടിയിട്ട് പോകുന്നില്ല, അത് കൂടാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളൂ. അത് ശബരിമല അയ്യപ്പന്റെ ചൈതന്യമാണ്. അതങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. അതിന്റെ ഖ്യാതി ലോകമെമ്പാടും പരക്കുക തന്നെ ചെയ്യും. ഇവിടെ പ്രശ്നം എന്താ പറയുക ഹാഷ്മി, ഇവർ നോക്കൂ, ഇവർ പറയുന്നത് ഇവരുടെ കഴിവുകേട് വീണ്ടും ഇങ്ങനെ പറഞ്ഞ് പരത്തുന്നത് ശരിയാണോ? പണ്ട് ഇത്രയും ആളുകൾ കുറവായിരുന്നു, ഇത്രയും ആളുകൾ ഇല്ലായിരുന്നു, ഇപ്പൊ ആളുകൾ കൂടി, അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. രാജിവെച്ച് പോണെന്നേ, ദേവസ്വം ബോർഡിനെ പിരിച്ചു വിടണമെന്നേ. എന്തിനെങ്ങനെ ഒരു മന്ത്രി, വകുപ്പിന്റെ മന്ത്രി എന്തിനാ? എന്താ ഈ വാസവൻ സാറിന്റെ പണി എന്താന്നേ? ഞാൻ ചോദിക്കട്ടെ, ആള് കൂടിയാലും ആള് കുറഞ്ഞാലും അതിനെ മാനേജ് ചെയ്യലല്ലേ സർക്കാരിന്റെ പണി? അതിനെ മാനേജ് ചെയ്യലല്ലേ ദേവസ്വം വകുപ്പിന്റെ പണി എന്ന് പറയുന്നത്? എത്ര ആളുകൾ വന്നാലും അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റണ്ടേ? അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കണ്ടേ? ദേവസ്വം ബോർഡ് എന്തിനാ? ദേവസ്വം ബോർഡും ലക്ഷക്കണക്കിന് രൂപയും കൊടുത്തിട്ട് ഇവിടെ ദേവസ്വം മന്ത്രിയെയും ദേവസ്വം വകുപ്പ് പ്രസിഡന്റിനെയും വെക്കുന്ന എന്തിനാ? ഇതിനെ മുഴുവൻ കൈകാര്യം ചെയ്യാൻ വേണ്ടിട്ടല്ലേ? അതാണ് ഞാൻ തുടക്കത്തിൽ വീണ്ടും എടുത്തു ചോദിക്കുന്നത്. ദേവസ്വം ബോർഡും ദേവസ്വം പ്രസിഡന്റും ഉള്ളത് ശബരിമലയിലെ സ്വർണം കക്കാനാണോ, അതെയോ ശബരിമലയിലെ ഭക്തർക്ക് അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാക്കി കൊടുക്കാനാണോ? ഇവരതിന് ഉത്തരം പറയട്ടെ. നിലവിൽ കേരളത്തിൽ വന്നിരിക്കുന്ന ഉദാഹരണങ്ങൾ അനുസരിച്ചിട്ട്, നമ്മുടെ അനുഭവങ്ങൾ അനുസരിച്ചിട്ട്, കേരളത്തിൽ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ദേവസ്വം വകുപ്പിന്റെയും പണി എന്ന് പറയുന്നത് സ്വർണം കക്കാൻ വേണ്ടി മാത്രമാണ്. അയ്യപ്പന്റെ സ്വത്ത് കക്കാനാണ് ദേവസ്വം ബോർഡിന്റെ പണി, അല്ലാതെ അയ്യപ്പന്മാരെ സംരക്ഷിക്കാനല്ല, അയ്യപ്പന്മാർക്ക് അടിസ്ഥാന സൗകര്യം കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി അദ്ദേഹത്തിന്റെ 2 ടേമിൽ അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്. ആള് കൂടിയത് കൊണ്ടാണ് ഇവരെന്താ ആഗ്രഹിക്കുന്ന? ആള് കുറയണമെന്നോ? ഈ സർക്കാർ ആഗ്രഹിക്കുന്ന ഇനിയും ആളുകൾ കുറയണമെന്നാണോ? അതോ ഈ ആളുകൾ കൂടിയാൽ ഇവരെ കൊണ്ട് ആളുകളെ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണോ? ഞാൻ പറയട്ടെ, ഇവിടെ അദ്ദേഹം കുംഭമേളയുടെ കാര്യം പറഞ്ഞു. 66 കോടി ആളുകളാണ് അവിടെ വന്നിട്ട് പോയത്. ആ രീതിയിൽ മാനേജ് ചെയ്തില്ലെങ്കിലും ശബരിമലയിൽ നമുക്ക് ആളുകളെ ഒന്ന് മാനേജ് ചെയ്തുകൂടെ? എത്ര എളുപ്പമാണ്. പമ്പയിൽ ആളുകളെ ക്യൂ അവിടെ കൃത്യമായിട്ട് ആൾക്കാർക്ക് നടപ്പന്തൽ അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റു അനേകം വഴികളുണ്ടെന്നേ. നമ്മളൊക്കെ ശബരിമലയുടെ പരിസരങ്ങളിലൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് പ്രപിതാക്കന്മാരായിട്ട് താമസിക്കുന്ന ആളുകളാണ്. അവിടെ ഇതിനു മുമ്പ് എത്രയോ മനോഹാരിതമായിട്ട് ഈ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് അയ്യപ്പന്മാർ പോയിട്ടുണ്ട്, അയ്യപ്പന്മാരെ സഹായിച്ചിട്ടുണ്ട്. ഇതൊക്കെ നടക്കും. ഇതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഈ നാട്ടിലെ ഭരണ സംവിധാനം വിചാരിച്ചാൽ, അവർ വിചാരിക്കുന്നില്ല, അവിടെയാണ് പ്രശ്നം ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ വിചാരിക്കാത്തതിന്റെ പ്രശ്നമാണെന്ന് ഇവിടെ വരുന്നത്. ഇവർക്ക് ഇതൊന്നും നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമില്ല. ഇവർക്കത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ പുത്തരിക്കണ്ട മൈതാനത്തല്ല ശബരിമല ഇരിക്കുന്ന. ഈ ആഗോള അയ്യപ്പ സംഘം എന്ന് പറഞ്ഞ ആളില്ല അയ്യപ്പ സംഘം നടത്തിയപ്പോ ഇവരെന്താ വിചാരിച്ച പുത്തരിക്കണ്ടത്ത ശബരിമല ഇരിക്കുന്നതാണോ? അന്ന് ഇവർ പറഞ്ഞതെന്താ? ശബരിമലയിലെ അടിസ്ഥാന വികസനങ്ങൾ കൂട്ടും, ലോകത്തിൽ മൊത്തം പ്രശസ്തമാക്കും, ഭക്തന്മാരെ ഇങ്ങോട്ട് കുത്തി ഒഴുകും എന്നല്ല പറഞ്ഞിരുന്നത്. ഇപ്പൊ എന്താ ഇവരുടെ വാക്കു മാറ്റുന്നത്? അപ്പൊ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ പുത്തരിക്കണ്ട മൈതാനത്താണെന്ന് പറയുകയും ഇപ്പോൾ അല്ല എന്ന് പറയുന്ന ഇവരുടെ കടത്താപ്പല്ലേ? രാഹുൽ, ഞാൻ പറയുന്ന അടിസ്ഥാനത്തിൽ ഞാൻ സിപ്പിക്കുമ്പോലേക്ക് എത്താമേ. രാഹുൽ, ഞാൻ പറയുന്ന അടിസ്ഥാനപരമായ അടിസ്ഥാന കാര്യങ്ങളാണ്. ഇപ്പൊ പമ്പ നമ്മുടെ പുണ്യനദി എന്ന് പാടുന്ന പമ്പ മലിനമായി കിടക്കുകയാണ്. ശരി, ഭക്തരുടെ കയ്യിൽ പ്രശ്നമുണ്ട് എന്ന് കരുതി
പമ്പ അങ്ങനെ ദുർഗന്ധവാഹിയെ കിടക്കട്ടെ എന്ന് കരുതാൻ കഴിയില്ല. അത് വൃത്തിയാക്കണം. ഇപ്പോൾ സന്നിധാനത്ത് ഇപ്പോൾ ടോയ്ലറ്റുകളുടെ കാര്യം CPK പറയുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ വർഷത്തെ ടോയ്ലറ്റ് ഒന്നുപോലും കുറവില്ലായിരുന്ന പോലെ കൂടണം. അവിടെ വരുന്ന വഴി മരക്കൂട്ടം, ശരംകുത്തി, അപ്പാച്ചിമേട്, പമ്പ, ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ആണുങ്ങളുടെ കാര്യം പോട്ടെ, ഈ പാവ അമ്മമാരോട് നിൽക്കാന്നേ, എന്ത് ചെയ്യും അവര്? അവിടെയാണ് ശ്രീ ഹാഷ്മി രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർകൾ അയ്യപ്പ സംഗമത്തിൽ മനോഹരമായ ഒരു കാര്യം പറയുകയുണ്ടായി. ശബരിമല ഒരു വിശ്വമാനവികതയുടെ ക്ഷേത്രമാണ്. അദ്ദേഹം ഹൈലൈറ്റ് ചെയ്ത് വളരെ പോസിറ്റീവാണ്. അതായത് അയ്യപ്പൻ, വാവർ, വെളുത്ത, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഐക്യമൊക്കെ ഹൈലൈറ്റ് ചെയ്ത് ലോകത്തിൽ ഇങ്ങനൊരു സ്ഥലമില്ലെന്ന് പറയുകയുണ്ടായി. അതൊക്കെ സത്യമാണ്. ഇതൊക്കെ പോസിറ്റീവ്സ് ആണ്. ഗോപൻജി അദ്ദേഹത്തെ എതിർക്കാനാണ് എല്ലാവരും ഇരിക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കരുത്. ലോകത്തെ 194 രാജ്യങ്ങളിൽ ഇതേപോലെ മതസൗഹാർദ്ദവും ബഹുസ്വരതയും നൈഷ്ഠിക ബ്രഹ്മചര്യവും കറുപ്പ് വസ്ത്രവും 18 പടികളും 41 ദിവസം വ്രതവും ഒന്നും ഉയർത്തിപ്പിടിക്കുന്ന മറ്റൊരു ആരാധനാലയമോ ദേവാലയമോ ഇല്ല. ഇതൊക്കെ പോസിറ്റീവാണ്. ഇനി രണ്ട്, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ക്യാരിയിങ് കപ്പാസിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ക്യാരിയിങ് കപ്പാസിറ്റി ഒരുപാട് കാലമായി ഡിബേറ്റ് ചെയ്യുന്നതാണ്. മുഖ്യമന്ത്രി സർവശക്തനായിരിക്കുന്ന ഒരാളല്ലേ. സർവശക്തൻ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിൽ വനം വകുപ്പും ദേവസ്വവും തമ്മിൽ ഒരു സമവായം ഉണ്ടാക്കി വനം വകുപ്പിൽ നിന്ന് കുറച്ചുകൂടെ സ്ഥലം തീർച്ചയായിട്ടും ഏറ്റെടുക്കാം. രണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പ്രാക്ടിക്കൽ സജഷനാണ്. അവിടുത്തെ വർഷങ്ങളുടെ പരിചയവും അവിടുത്തെ ആൾക്കാരുടെ അറിവും കൊണ്ടാണ് പറയുന്നത്. അതായത് ഏകദേശം 25,000 മുതൽ 50,000 രൂപ വരെ റേഞ്ചിൽ നല്ല ബയോ ടോയ്ലറ്റുകൾ കിട്ടും. അത് ഒരു 2000 എണ്ണം മേടിക്കാൻ 4-5 കോടി രൂപയുടെ ചിലവേ ഉള്ളൂ. അതൊന്നും ദേവസ്വം ബോർഡിന് ഒരു കാശേ അല്ല. ഇനി രണ്ട്, ശബരിമലയെ തൽക്കാലം ആൾക്കാരാണെങ്കിലും അർത്ഥം കാശാണെങ്കിലും ഫണ്ട് റേസ് ചെയ്യാനൊന്നും ശബരിമലയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാര്യം ഒരുപാട് അന്യ സംസ്ഥാനക്കാരത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഒരു 2000 ബയോ ടോയ്ലറ്റിൽ എക്സാം പിടിച്ചാൽ നഷ്ടമൊന്നും വരാൻ പോണില്ലല്ലോ. ഈ വയനാട് ദുരന്തം വന്നപ്പോൾ നമ്മുടെ അങ്ങോട്ട് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ഹൈക്കോടതിയും സമ്മതിച്ചില്ല. ചിങ്ങമാസ പൂജകൾ അങ്ങോട്ട് മാറ്റണമെന്നൊക്കെ പറഞ്ഞൊരു വിധിന്യായം ഉണ്ടായി. അവിടെ ഒരു 2000 ബയോ ടോയ്ലറ്റുകൾ എക്സ്ട്രാ മേടിച്ച് വെക്കുക തുടങ്ങിയ അടുത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ പ്രായമായ സ്ത്രീകളൊക്കെ വരുമ്പം വാഷ്റൂമിലും ബാത്റൂമിലും പോവാതെ, അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾ വരുമ്പോൾ എത്ര മണിക്കൂറാ ക്യൂ നിൽക്കേണ്ടി വരിക. അവിടെയാണ് ഈ കൂടുതൽ മലിനവും കാര്യങ്ങളും പോകുന്നത്. രണ്ട്, പമ്പയുടെ ശുദ്ധീകരണം ഈസി ആയിട്ടൊരു പ്രൊജക്റ്റ് ചെയ്തൂടെ. നമ്മുടെ മാതാ അമൃതാനന്ദമയി ദേവി അടക്കം ഒരുപാട് ഇതിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള സപ്പോർട്ടും മറ്റും ഗവൺമെന്റ് തന്നെ കൊടുക്കുന്നുണ്ട്. എത്രയോ അങ്ങനെ സംഘടനകളുണ്ട്. അവരുടെ സപ്പോർട്ടും കൂടെ മേടിച്ച് ശുദ്ധീകരിക്കുക തുടങ്ങിയ പദ്ധതികളില്ലേ. അവിടെയാണ് ഈ വിശ്വാസികളുടെയും ആത്മീയതയുടെയും ഒക്കെ ഒരു ചൈതന്യം അവർക്ക് ലെവറേജ് ചെയ്യാനും യൂസ് ചെയ്യാനും കഴിയും. അതൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതിൽ എന്താ കാര്യം? അവിടെയാണ് ഒരുപാട് അതുപോലെ ഭക്തജന സംഘടനകൾ. ഇനി അവർക്ക് 1-2 സംഘടനകളുടെ എതിർപ്പ് കാണും, വേണ്ട, ബാക്കി ഒരുപാട് സംഘടനകളുണ്ടല്ലോ. എല്ലാവരുടെയും ശക്തി ഉപയോഗിച്ചുകൊണ്ട് അവിടെ ക്ലീനപ്പ് ചെയ്യാനും പമ്പ ക്ലീനിങ്. നമ്മളിപ്പോഴും അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികാസത്തെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര അയ്യപ്പ സംഘം, അതാണ് സങ്കടം. ഞാൻ എത്താം. CPK ഗോപൻ, ഇവിടെ K ജയകുമാർ അവിടെ കയറിയിട്ട് ദിവസം 3-4 ആവുന്നേ ഉള്ളൂ. അദ്ദേഹം അവിടുത്തെ പ്രശ്നങ്ങൾ പഠിക്കുന്നുണ്ട്. അത് ഇന്ന് അദ്ദേഹം പറയുന്നുണ്ട്, അവിടുത്തെ ഈ പറഞ്ഞ ബയോ ടോയ്ലറ്റുകൾ പ്രശ്നമുണ്ട്, അത് ക്ലീനാക്കാൻ കൂടുതൽ ആൾക്കാരെ ഇന്നലെ തന്നെ പറഞ്ഞു, ഇന്ന് നാളെയായിട്ട് അവരെത്തുമെന്ന് പറയുന്നുണ്ട്. കുടിവെള്ളം കൊടുക്കാൻ ആൾ കുറവാണ്, അപ്പോൾ ഫ്ലാസ്കുകളുമായി കൂടുതൽ ആൾക്കാരെ അറേഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ജയകുമാർ അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്നത് പോലെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ തീരുമാനിക്കുന്നു എന്ന് വിശ്വസിക്കാവോ CPK ഗോപൻ? അതായത് ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞ വിഷയങ്ങൾ അവിടെ ഇരിക്കുന്ന ഭരണാധികാരികളുടെ അറിവില്ലാത്ത പ്രശ്നമൊന്നുമല്ല. അതുകൊണ്ടാണ് ഇത്രയും അവിടെ നിയന്ത്രിച്ചു പോകാൻ പറ്റുന്നത്. ഒരുപാട് സംവിധാനത്തെ അവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഭക്തരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. 1500 ശുചിമുറി സന്നിധാനത്തുണ്ട്, 164 മുറികൾ ശരംകുത്തിയിലുണ്ട്, അതിൽ 58 ബയോ ടോയ്ലറ്റും ഉണ്ട്, 4 മൊബൈൽ കണ്ടെയ്നറുണ്ട്, അതിനകത്ത് ഓരോന്നിലും 8 യൂറിനൽ വീതമുണ്ട്. പമ്പയിൽ 300 ടോയ്ലറ്റ് ഉണ്ട്, 70 എണ്ണം സ്ത്രീകൾക്കായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. നിലയ്ക്കലിൽ 420 ഉണ്ട്, അതിൽ 500 കണ്ടെയ്നർ ടോയ്ലറ്റുകളുണ്ട്. ഈ സംവിധാനം എല്ലാം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ ഈ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ 15 EMCകൾ, എമർജൻസി മെഡിക്കൽ സെന്ററുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ മനുഷ്യർക്ക് 5 ലക്ഷം രൂപ കിട്ടുന്ന ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു രീതിയിൽ മരണമടഞ്ഞാൽ, കുഴഞ്ഞ വീട് മരിച്ചാൽ 3 ലക്ഷം രൂപ കിട്ടുന്ന സംവിധാനം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചെയ്തിട്ടാ അയ്യപ്പ സംഗമം നടത്തിയിട്ട് 1 മാസമേ ആയുള്ളൂ. അതിനിടയിൽ അയ്യപ്പ സംഗമം അടുത്ത വർഷം മുതൽ 2030 വരെയുള്ള ശബരിമലയുടെ വികസനത്തിനാണ് അയ്യപ്പ സംഗമം. അതിനുവേണ്ടിയാണ് 1500 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ. 1 മാസം കൊണ്ട് പരിഹരിക്കാവുന്ന ഒന്നല്ല അത്. പിന്നെ കുംഭമേളയിൽ 66 കോടി വന്നു എന്ന് പറഞ്ഞാൽ ഹാഷ്മി ഇത് കേട്ടോണ്ടിരിക്കുകയാണോ? ഇന്ത്യ രാജ്യത്ത് ആകെ ജനസംഖ്യ 140 കോടിയാ. അതിൽ പകുതി ആളുകൾ മഹാകുംഭമേളക്കൊക്കെ ചെന്നെന്ന് പറഞ്ഞ് ഒരു ചാനലിൽ വന്നിരുന്നുകൊണ്ട് ചർച്ച ചെയ്താൽ കേരളത്തിൽ 3.5 കോടി ആളുകളിൽ 1.25 കോടി ആളുകൾ അവിടെ പോയോ? തമിഴ്നാട്ടിലെ 5 കോടി ആളുകൾ 2.5 കോടി ആളുകൾ അവിടെ പോയോ? ഈ 66 കോടി എന്നൊക്കെ പറഞ്ഞ ഒരു നമ്പരൊക്കെ പറയുന്നതിൽ ഒരു ഉത്തരവാദിത്വം വേണ്ടേ? ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ മഹാകുംഭമേള എന്ന് പറഞ്ഞാൽ
ശബരിമലയെ പോലെ ഒരു സ്പോട്ടിലല്ല, ഉത്തർപ്രദേശിൽ ഗംഗാനദിയുടെ കര, ഗംഗാനദി എവിടെല്ലാം ഒഴുകുന്നുവോ ആ സ്റ്റേറ്റുകളിലെല്ലാം നടക്കുന്നതാണ് മഹാകുംഭമേള. മധ്യപ്രദേശിൽ ഉൾപ്പെടെ, ഗുജറാത്ത്, UP ഉൾപ്പെടെ, അതിനോട് ചേർന്ന ജാർഖണ്ഡ്, അങ്ങനെയുള്ള എല്ലാ സ്റ്റേറ്റുകളിലുമായി നടക്കുന്നതാണ് മഹാകുംഭമേള. ആ മഹാകുംഭമേളയിൽ മരിച്ചവരുടെ അവർക്ക് പറഞ്ഞാട്ടെ BJP, അവർക്ക് കൊടുത്തിട്ടുള്ള ധനം എന്ന് പറഞ്ഞാട്ടെ BJP, മനുഷ്യർ അവിടെ വൃതി അടഞ്ഞതിന്റെ കണക്കുകൾ അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റായ പ്രചാരണം അവിടെ നടത്താൻ പാടില്ല. നിങ്ങൾ ഒരൊറ്റ ചോദ്യം, ഈ 53 ലക്ഷം ആൾക്കാർക്ക് 1000 ബാത്റൂം പോരാന്ന്, ഈ 53 ലക്ഷം ആൾക്കാർക്ക് 1000 ബാത്റൂം പോരാന്ന് നവംബർ 12 നമ്മുടെ ഹൈക്കോടതി പറയുന്നുണ്ട്. എക്സ്ട്രാ ബയോ ടോയ്ലറ്റ് വരുന്നുണ്ട്, ആർക്കെങ്കിലും 500 1000 എക്സ്ട്രാ ടോയ്ലറ്റ് വരുന്നുണ്ട്, ആർക്കെങ്കിലും നഷ്ടമുണ്ടോ? അല്ല, അത് പോയിന്റാണ്. ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ ബയോ ടോയ്ലറ്റ് വന്ന പ്രശ്നമുണ്ടോ ചോദിക്കുന്നത്. ഹൈക്കോടതിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്, കുറച്ചുകൂടെ ബയോ ടോയ്ലറ്റ് വരുന്ന ഹൈക്കോടതിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. എല്ലാരും ഒറ്റയടിക്ക് പോകുന്ന അർത്ഥത്തിലല്ല. അതായത് 53 ലക്ഷം ആൾക്കാർ സ്ഥാപിക്കാവിടെ ഈ അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യത്തിന്റെ ഭാഗമായി സ്വർണ്ണപ്പാളി കൊണ്ട് അറ്റകുറ്റപ്പണി കൊണ്ടുവരുന്നതിന്റെ കുറച്ച് പൈസ മതിയല്ലോ. എന്തെങ്കിലും സ്ഥലപരിമിതി അവിടെ ഉണ്ടോ? 1500 രൂപ ബയോ ടോയ്ലറ്റുകൾ ഒരു 500 എണ്ണം കൂടി സ്ഥാപിക്കുന്നതിന് എന്തെങ്കിലും അല്ല ബയോ ടോയ്ലറ്റിന് സ്ഥലപരിമിതി ഉണ്ടെന്ന് ചോദിക്കുന്നത്. അല്ല, പറയട്ടെ. അതെ, നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പറ. അപ്പോൾ ഹാഷ്മിക്ക് ഒരു തൃപ്തിയാണ്. ബയോ ടോയ്ലറ്റുകൾ സംവിധാനങ്ങൾ ഓരോ വർഷവും അവിടെ അധികമായി വരുന്നവരെ പരിഗണിച്ചുകൊണ്ടാണ് അയ്യപ്പ സംഗമം നടത്തിയത്. അപ്പോൾ രാഹുൽ ഈശ്വറിന്റെ ആഗ്രഹം എല്ലാ മതക്കാരുടെയും സന്നദ്ധ സംഘടന അവിടെ വരണമെന്നാ. പക്ഷെ BJP പറയുന്നത് വാവര് സ്വാമിയെ പോലും അടുപ്പിക്കരുതെന്നാ. അവർ അയ്യപ്പ സംഗമം ബയോ ടോയ്ലറ്റ് നേരെ വാവര് സ്വാമിയോട് പോകരുത്, അത് പ്രശ്നമുണ്ട്. ബയോ ടോയ്ലറ്റ് വെക്കണമെന്നൊക്കെ അല്ല, വാവൂർ പോകാൻ സമയമില്ല. ശരി, നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. അല്ല, PK ഗോപൻ ഇവിടെ അല്ലല്ല, അവിടെ 10 ബയോ ടോയ്ലറ്റ് അധികം ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ഗുണകരമല്ലേ ഉള്ളൂ. അതിന് സ്ഥലപരിമിതി ബാധകമല്ല എന്ന് രാഹുൽ പറയുന്നത്. കേരളത്തിലെ ഭക്തരായ ജനങ്ങൾ, ദക്ഷിണേന്ത്യയിലെ ഭക്തരായ ജനങ്ങൾ അതിനെ നേരിടും. അവര് നല്ല ഭംഗിയായിട്ട് നടത്തിപ്പോകും. ശബരിമലയ്ക്ക് ഒരു ദോഷമില്ല നടത്തിപ്പോകും. നിങ്ങൾ കലക്കൊണ്ടാക്കാൻ നിൽക്കാതിരുന്നാൽ മതി, മാന്യമായിട്ട് നടക്കും. അത് ഏത് 3 ലക്ഷം കൊടുത്തത്? ഏത് 3 ലക്ഷം കൊടുത്തു? ഇന്ന് ശബരിമല അന്ന് വൈകുന്നേരം കൊടുക്കുന്നതല്ല ശ്രീ ശ്യാമേ, അന്ന് വൈകുന്നേരം എടുത്ത് കാശ് കയ്യിൽ എണ്ണി കൊടുക്കുന്ന സംവിധാനമല്ല. എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടായിട്ട് പറ. മരിച്ചു കഴിയുക, കൂടെ വരുന്ന ആളുകളുടെ 3 ലക്ഷം രൂപ എണ്ണി കൊടുക്കുക. എങ്ങനെയാണോ പൈസ കൊടുക്കുന്നത്? ശരി വസന്ത് അല്ല, വസന്ത് കെ ജയകുമാറിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംശയിക്കേണ്ടതുണ്ടോ? അദ്ദേഹം പറയുന്നു മുന്നൊരുക്കത്തിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു പമ്പ മലിനമാണ്. അദ്ദേഹം പറഞ്ഞു ടോയ്ലറ്റുകൾ ക്ലീൻ ആക്കാനുണ്ട്. അദ്ദേഹം പറഞ്ഞു കുടിവെള്ള പ്രശ്നം ആളെ കൊണ്ടുവരും. ആ സത്യസന്ധത സംശയിക്കേണ്ടതുണ്ടോ? എന്ന് ഇന്ന് കണ്ട കാഴ്ച വരും ദിവസങ്ങൾ ഉണ്ടാവില്ലെന്ന് ഉറപ്പിക്കാം. വസന്ത്, ഒരിക്കലുമില്ല. ജയകുമാറിന് അതിന് സാധിക്കട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ആ ഭയാനകമായ അവസ്ഥയിൽ സുവർണാവസരം കാത്തു നിൽക്കുന്നവരുണ്ട്. പ്രേണകുമാരി എന്ന് പറയുന്ന അഡ്വക്കേറ്റിനെ യങ് ഇന്ത്യൻ ലോയേഴ്സ് അസോസിയേഷന്റെ ഭാഗമായി സുപ്രീം കോടതിയിലേക്ക് പറഞ്ഞുവിട്ട BJP സുവർണാവസരം കാത്തിരിക്കുകയാണ്. അവർക്ക് ചുമപ്പൻ പരവതാനിയിട്ട് ആ സുവർണാവസരത്തിനുള്ള അവസരം ശബരിമല സമരത്തിന്റെ സമയത്ത് ഷർട്ട് പോലും ചുളുങ്ങാതെ വേർപ്പ് പോലും എടുക്കാതെ പത്തനംതിട്ട പോയി സമരം ചെയ്ത് നിങ്ങളാണ് വർത്താനം വേണ്ടി പറയുന്നത്. നിങ്ങൾക്കാണ് കരക്കോളത്ത് മീൻ പിടിക്കേണ്ടത്. നിങ്ങൾക്കാണ് കരക്കോളത്ത് മീൻ പിടിക്കേണ്ടത് കേട്ടോ, ഞങ്ങൾക്കല്ല. മുഖ്യമന്ത്രി പറഞ്ഞതിനെ പോലും കേൾക്കാതെ അവിടെ മുന്നൊരുക്കങ്ങൾ നടത്താതിരുന്നത് ആരാണ് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യത്തിന് കൂടി ഉത്തരം നൽകണം. നിങ്ങൾ അനാവശ്യമായി അവിടെ ഭയാനകമായി സിറ്റുവേഷൻ ഉണ്ടാക്കി മറ്റു പലർക്കും സുവർണാവസരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവരുത് എന്ന് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ശരി,
ഓക്കെ, എന്തായാലും ഇന്ന് നമ്മൾ കണ്ട കാഴ്ച സങ്കടകരമായ കാഴ്ചയാണ്. ഏറ്റവും പ്രധാനം കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കം വെള്ളമില്ലാതെ വലയുന്നു എന്ന് പറയുന്നത് ശബരിമലയെ സംബന്ധിച്ച് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ശ്രീ കെ ജയകുമാർ ഇടപെടൽ ഫലം കാണുമെന്ന പ്രതീക്ഷയോടെ എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.